നമ്മളുടെ പുതിയ രണ്ടാമത്തെ ചന്ദ്രവട്ടത്തിലേക്ക് കിടക്കുകയാണ്. അത് ഓക്കെ, ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ ക്യാമറ ഓണാക്കാനുള്ളവർക്കൊക്കെ ഓണാക്കാൻ കേട്ടോ. എല്ലാവരും മാക്സിമം ക്യാമറ ഓണാക്കണം. സാറേ ഞാൻ പുറത്താ ഉള്ളത്, എനിക്ക് ഓണാക്കാൻ പറ്റാത്തൊരു ഇതിലിരിക്കണേ കേട്ടോ, അതാണ് ഓണാക്കാത്തെ. ശരി 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 ഓക്കെ. അപ്പോൾ നമുക്ക് കാരണം എന്താ അറിയാമോ, ഒന്ന് നമ്മുടെ നിലവിൽ നമ്മൾ കണ്ട കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇപ്പോൾ ചില ആൾക്കാരെയൊക്കെ നമ്മളിങ്ങനെ കാണുന്ന സമയത്തെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് ഈ 6ാം ബാച്ചിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന കൂടെ അങ്ങനെയൊക്കെ, കാരണം പലരെയും കണക്ഷൻ ഇല്ല. പിന്നെ സ്വാഭാവികമായിട്ട് മെസ്സേജ് വരുമ്പോൾ, വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കോഴ്സിൽ ചേരുന്നതിന് മുമ്പ് നമ്മളോട് സംസാരിച്ചവരെ ആ മെസ്സേജിനകത്ത് കാണുമല്ലോ, അവരുടെ ഇതിലേക്ക് കയറുമ്പോൾ. അപ്പോൾ അപ്പോഴാണ് ഇതാണല്ലേ ആള് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ആ സമയത്ത് അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി നമ്മൾ ഏകദേശമുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പിടിയിട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇനി ഇതിനെങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ എടുക്കാനുള്ളത്. എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് രണ്ടാമത്തത്. ഒന്നാമത്തത്, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഈ ക്ലാസ്സിൻ്റെ ഒത്തിരി പേര് ഇത് എങ്ങനെ റിസൾട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്, അല്ലെങ്കിൽ ഇത് റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും പേര് ഇപ്പോഴും കൂടെ ഉള്ളത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, ഇത് പതിയെ മാറുമായിരുന്നു. പക്ഷെ അത് വലിയൊരു റിസൾട്ടാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമുക്കിത് നമ്മുടെ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊള്ളാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് ഓരോ കാര്യവും പ്രാക്ടീസ് സെക്ഷനാണ്. 3 കാര്യത്തിലും, ക്ലാസ്സിൻ്റെ കാര്യത്തിലും പ്രാക്ടീസാണ്, അതുപോലെ നമ്മുടെ ഇൻറ്റിഗ്രേറ്റഡ് വെൽനസ് എന്ന് പറയുന്ന കാലത്തും പ്രാക്ടീസാണ്, അതുപോലെ നമ്മുടെ യൂണിവേഴ്സൽ ബാങ്കിലും പ്രാക്ടീസാണ്. ഇതിനായിരിക്കും മെയിൻ. പഠനത്തിനോടൊപ്പം അറിയുന്നതിനോടൊപ്പം പ്രാക്ടീസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതിൽ ഇൻറ്റിഗ്രേറ്റഡ് വെൽനസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇച്ചിരി ഫിസിക്കലി ഇത്തിരി പണിയെടുക്കേണ്ട ഒരു ഭാഗമാണത്. അത് നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ അതനുസരിച്ചുള്ളൊരു എനർജി നമ്മൾ ബ്രെയിനിലേക്ക് വർക്കൗട്ട് ചെയ്യും. പിന്നെ യൂണിവേഴ്സൽ ബാങ്കിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോകാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പ്രാക്ടീസാണ് അവിടെ വരുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളിൽ പഠിച്ച വളരെ വേറെ ഒന്നുമില്ല, നമ്മൾ ആദ്യത്തെ 2 കാര്യം നമുക്കറിയാം. നമ്മളുടെ ഉള്ളിലൊരു സിംഹം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പല സിറ്റുവേഷനും എലിയാക്കാനുള്ള പരിപാടികളൊന്നും ഇനി നമ്മുടെ അടുത്ത് നടക്കൂല എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഓക്കെ. നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ നമ്മൾ അവഹേളിക്കുന്നവനാണെന്നും നമ്മൾ തന്നെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ അതും പിടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആകെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ക്ലാസ് പ്രധാനമായിട്ടും ഈ ഒരു സെക്ഷനിൽ പോകുമ്പോൾ പ്രധാനമായിട്ടും എന്ന് വെച്ചാൽ ഈ 5 തലങ്ങളുടെ കഴിവുകളെ കുറിച്ചാണ്. മറ്റേ 5 തലങ്ങളുണ്ട് മനസ്സിന്റെ. 5 തലം മീൻസ് മൊത്തം 7 തലം. അതായത് ബോധ മനസ്സ്, ഉപബോധ മനസ്സിന്റെ 5 തലം,
അറിയാലോ, പുതിയ വിഷയമല്ലേ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നതാണ്. എന്തെങ്കിലും എവിടെയെങ്കിലും കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ചോദിച്ചോളണം. ഉപബോധ മനസ്സിന്റെ 5 തലം, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കോസ്മിക് തലം എന്ന് പറയുന്ന ഈ 7 തലം, 7 തലങ്ങൾ എങ്ങനെയാണ് കോസ്മിക് തത്വങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്ന ഒരു അറിവ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ രണ്ടാമത്തെ വൃത്തത്തിലോട്ട് പോകുമ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ നമ്മൾ ബേസിക് ആയിട്ടൊരു നമ്മൾ ഒന്നാമത്തെ തലം, ആദ്യത്തെ മൈൻഡിന്റെ തലങ്ങൾ ആദ്യത്തെ, അതായത് ബോധതലത്തിന്റെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ നമ്മുടെ ഫ്രോണ്ടൽ ലോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അവിടെ വന്ന് കണക്ട് ചെയ്ത് പോകും. രണ്ടാമത് വരുമ്പോൾ ബോധതലമൊക്കെയായിട്ട് കണക്ട് ചെയ്ത് പോകും. രണ്ടാമത് വരുമ്പോൾ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ശരീര നിയന്ത്രണ തലമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ആന്തരികവും അകവും പുറവുമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ എടുക്കും. അത് കഴിഞ്ഞ് സ്മൃതി തലത്തിലേക്ക് എത്തുമ്പോൾ ഉപബോധ മനസ്സിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള സ്മൃതി തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് കോസ്മിക് തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളെ അവിടെ എങ്ങനെ നിർത്താം എന്നതിനെ കുറിച്ച് നമ്മളവിടെ പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞ് ക്രിയാശക്തി തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരല്പം ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ഒന്ന് പരിചയപ്പെടും. എന്തെന്ന് വെച്ചാൽ അത് നാളെ മുതൽ അതിലേക്ക് തിരിയാനൊന്നുമല്ല, ആ തലം എന്താണെന്ന് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ആ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയും. അത് കഴിഞ്ഞ് സൗഖ്യ തലത്തിലേക്ക് പോകുമ്പോൾ ഫിസിക്കലി ഹീലിങ്ങുമായി ബന്ധപ്പെട്ട്, മനസ്സിലായില്ലേ, ഹീലിങ്ങുമായി ബന്ധപ്പെട്ട നമ്മൾ ഒത്തിരി ഏരിയകൾ അവിടെ നമുക്കത്, അതായത് നമുക്കും മറ്റുള്ളവർക്കും പെട്ടെന്നൊരു ഒരു ശാരീരികമോ മാനസികപരമായ എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമ്മളൊരു കമ്പനിയിലൊക്കെ പണിയുമ്പോൾ നമ്മളോ അടുത്ത് സംസാരിക്കണമെങ്കിൽ നമ്മളുടെ സ്റ്റാഫുകളോ നമ്മുടെ കസ്റ്റമറോ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു ഹീലിംഗ് ലെവലും കൂടെ റിലീസ് ആവണം. മനസ്സിലായോ? ആ ഹീലിംഗ് ലെവലും കൂടെ, ഒരു സെക്കൻഡ് പുറത്തുനിന്ന് സംസാരം. എന്ത് ബോസേ? ബോസ് എന്തെറ്റി? ആറാമത്തെ മറ്റേ ഗ്രൂപ്പിലില്ലേ? ആണോ? ഒരു സെക്കൻഡ്, ലിങ്ക് ഗ്രൂപ്പിൽ വന്നിട്ടില്ല. ഒരു സെക്കൻഡ് നോക്കിയോട്ടെ. ബോസ് സാറിന് 8 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ലേ? വേറെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ലേ? അല്ല, മറ്റേ നോക്ക്. ക്ലാസ് തരുന്നൊന്നും ഇല്ലേ? നിങ്ങൾക്ക് നോട്ടുകൾ തരുന്ന റൂമില്ലേ? ഇത്രയും നേരമായിട്ട്, ഇത്രയും കാലമായിട്ട് അത് പറയാത്തല്ലേ? എല്ലാ ദിവസവും നോട്ട് ഇടുന്ന ഒരു ഗ്രൂപ്പില്ലേ? ഇതിനെ ഡിസ്കഷൻ ഗ്രൂപ്പിനകത്തിട്ട് എല്ലാവരും കൂടി വന്ന് കയറും. 8 8അല്ല 6 അങ്ങനൊന്നുമില്ല. ആ നോട്ടൊക്കെ നമ്മളെ ക്ലാസ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതുവരെ ക്ലാസ് നോക്കുന്നില്ല ഇതല്ലാതെ, അതുകൊണ്ടുള്ള വിഷയമാണ്. മറ്റേത് ഒരു മിനിറ്റ്, അതായത് ഗ്രൂപ്പിൽ ഞാൻ സാധാരണ നമ്മുടെ ലിങ്ക് ഇടുന്ന സമയത്ത് ഡിസ്കഷൻ ഗ്രൂപ്പിലല്ലേ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അങ്ങനെ ഇട്ടിട്ടില്ല, കാരണം ഇതിനകത്തേക്ക് വേറെ ആൾക്കാർ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്.
ബോസ് സാറിന് ഇപ്പം ലിങ്ക് തരാം. നിങ്ങൾക്ക് 8 എന്ന് പറഞ്ഞൊരു ഇതില്ലായിരുന്നോ? അപ്പം ഞാൻ നോട്ട് ഇടുന്ന ഒന്നും നിങ്ങൾ കാണുന്നില്ലല്ലേ? അതാണ്. അപ്പം അത് എനിക്ക് നോട്ട് തരും. ഞാൻ മറ്റേത് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഇതിൽ ഇട്ടില്ലെന്ന് തോന്നിട്ട്. ഞാൻ ഇതിൽ നിർത്തിയില്ല. പോസ്റ്റ് ഇട്ടിട്ടുണ്ടേ. ഞാൻ 2 എണ്ണത്തിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് മറ്റേ ഞാൻ എല്ലാം ഡിസ്കഷൻ ഗ്രൂപ്പിലെല്ലാം ഇട്ടുകൊണ്ടിരുന്നു. ചില ആൾക്കാർ ക്ലാസ് പോലും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അതിൻ്റെ അകത്തേക്ക് ഇട്ടത് ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ മൈൻഡുമായി ബന്ധപ്പെട്ട്, അതായത് കോസ്മിക് തത്വങ്ങളും മനസ്സിൻ്റെ ഒരു തലങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്തു പോകുന്ന സമയത്ത് ഇപ്പോൾ ഹീലിംഗ് ലെവൽ, നമ്മൾ ഹീലിംഗ് ലെവലാണ് പറഞ്ഞിട്ടിരുന്നത്. അതായത് സൗഖ്യതലം എത്തുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന വിഷയങ്ങളെ നമുക്ക് ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റണം. അതിനോടൊപ്പം നമ്മൾ ഓഫീസിലും ഒക്കെ നമ്മുടെ സംസാരത്തിലൂടെയും അവരിൽ നമ്മളിലൂടെ ഒരു എനർജി പാസ് ചെയ്ത് വിടാൻ പറ്റണം. അത് നടക്കും. ലോജിക്കല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല, നടക്കും. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ വരുന്ന സൗഖ്യതലം എന്ന് സൗഖ്യതലം കഴിഞ്ഞ് സകലജ്ഞാനതലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ ശരിക്ക് നമ്മളുടെ വ്യത്യസ്തമായിട്ടുള്ള അറിവുകളെ പലതിനെയും കൂട്ടി യോജിപ്പിച്ച് ഉൾവിളികളെ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇന്നലെ വരെ ഇല്ലാത്ത 2 കാര്യങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, കൂട്ടിമുട്ടിച്ച് പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ? കണക്ഷൻ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? 2 വ്യത്യസ്തമായ സംഭവങ്ങളെ എടുത്ത് ഓരോന്നായിട്ട് ഒന്നിങ്ങനെ മെയിനായിട്ട് എടുക്കുക. ഉദാഹരണം എന്ത് പറയാനാണ്, ഇപ്പം നമ്മളിലൊരു നമുക്ക് ഈ നമ്മൾ എങ്ങനെ ഇപ്പം വന്നൊരു ഉദാഹരണമാണ്. നമ്മളെ കയ്യിൽ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് വ്യത്യസ്ത അറിവുകളാണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ കാണുന്ന വിചാരിക്കുക. അതാണ് വ്യത്യസ്ത അറിവെന്ന് വിചാരിക്കുക. ഞാൻ ചെറിയ ഉദാഹരണം പറയണം, അതിൽ നിങ്ങൾ കണക്ട് ചെയ്തോളണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. എന്നിട്ട് 1-നടുത്ത് എന്ത് ചെയ്യുക, 2-ൻ്റെ കൂടെ ചേർത്തിട്ട് എത്രയാണ് നോക്കുക. ഇപ്പോൾ ഒന്നൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പറയണം. അപ്പോൾ കുറച്ചുകൂടെ ലളിതമായിട്ട് കിട്ടിയിട്ടു. 2-ൻ്റെ കൂടെ ചേർത്തിട്ട് നോക്കുക. അപ്പോൾ 3 കിട്ടി. എന്നിട്ട് ആ 1-നെ എടുത്തിട്ട് അടുത്ത 3 എന്ന് പറയുന്ന ആ സംഖ്യയോട് എടുത്ത് നോക്കണം. എന്നിട്ട് അത് എണ്ണി നോക്കണം. 4-നോട് ചേർത്ത് നോക്കണം, 5-നോട് ചേർത്ത് നോക്കണം, 6-നോട് ചേർത്ത് നോക്കണം, 7-നോട് ചേർത്ത് നോക്കണം, 8-നോട് ചേർത്ത് നോക്കണം, 9-നോട് ചേർത്ത് നോക്കണം. എന്നിട്ട് അതിനുശേഷം പിന്നെ 2 എടുക്കണം. 2 എടുത്തിട്ട് 1-നോട് ചേർത്ത് നോക്കണം, 2-നോട് ചേർത്ത് നോക്കണം, 3-നോട് ചേർത്ത് നോക്കണം, 4-നോട് ചേർത്ത് നോക്കണം, 5-നോട് ചേർത്ത്. അപ്പോഴങ്ങനെ കിട്ടുന്നത്. ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പം എന്താണ് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ യാതെടുത്ത് കൂട്ടിയാലും നമുക്ക് അറിയാം. പക്ഷെ ഞാൻ ഉദാഹരണങ്ങൾ പറയണം. ഇതിനൊക്കെയാണ് വ്യത്യസ്ത സംഭവങ്ങൾ. ഇപ്പം നമ്മൾ ഒരു കാര്യം എടുത്ത് വെച്ചിട്ട് ഏതൊക്കെ ആയിട്ട് ചേർത്ത് വെച്ചാൽ എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസാണ് നമുക്ക് രൂപപ്പെടുന്നതെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞ് മനസ്സിലാകും. അപ്പം അത് നമ്മുടെ ക്രിയാശക്തി സഹജജ്ഞാന തലത്തിനകത്ത് അത്തരം പ്രാക്ടീസുകൾ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഐഡിയ വരും. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പുതിയ സംഭവങ്ങളും അതേപോലെ പൊട്ടി വരും. ഇത് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് പല കാര്യങ്ങളും നമുക്ക് കേട്ടിട്ട് നമ്മളിപ്പം ഇതിങ്ങനെ ചെയ്താലോ, ഇപ്പം ഇതുമായിട്ട് ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാൽ വല്ല ലോജിക് ഉണ്ടോ, ചേരുമോ?
എന്ന് ഓട്ടോമാറ്റിക്കലി നോക്കാൻ നമ്മൾ ഞെട്ടിപ്പോകണേ, ഇത്രയും വലിയ സംഭവമാണ്. അപ്പൊ ആ സംഭവങ്ങൾ കിട്ടുന്നിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴോ അതിന്റെ ശാസ്ത്രീയത ഭയങ്കരമായിട്ട് ഇവിടെ കിടക്കുന്നു. പക്ഷെ അതിങ്ങനെ വ്യക്തമാക്കിയിട്ടില്ല, വേറെ രീതിയിൽ കിടപ്പുണ്ട്. അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്ന. അപ്പൊ അതേപോലെ നമുക്കത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇനി മുന്നോട്ട് പോകുമ്പോൾ അത്തരം കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്യലാണ് അവിടെ. പക്ഷെ അവിടെയൊക്കെ ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചെയ്യാനുള്ളതാണ്. ഈ മനസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് ഇതിന്റെ എന്താണ് ലൈബ്രറിയോ അല്ലെങ്കിൽ ലാബോ നമ്മളെ തലയിൽ തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മളുടെ തലയിൽ തന്നെ എന്തുണ്ട്, ഈ ലാബ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ലൈബ്രറി നമ്മുടെ തലയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ കാര്യങ്ങളെ കണക്ട് ചെയ്ത് നിത്യജീവിതത്തിലുള്ള വിഷയങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവണം. ഇത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടൂ. അല്ലെങ്കിൽ ഇതൊരു മറ്റൊരു അറിവ് പോലെ നിൽക്കും. പക്ഷേ ഇത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് തയ്യാറാവുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു ടീം, നമ്മളെ പുതിയൊരു ബാച്ചാണ് ഇപ്പോൾ. അതായത് അടുത്ത രണ്ടാമത്തെ ചന്ദ്രവട്ടത്തിൻ്റെ പുതിയൊരു ബാച്ചാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് തുടക്കമാണ്. തുടക്കമെന്ന നിലയ്ക്ക് ജസ്റ്റ് എല്ലാവരുടെയും ഇന്നൊരു പരിചയപ്പെടലാണ്. ജസ്റ്റ് ഒന്ന് ഓരോരുത്തരും നമുക്ക് നാളെ മുതൽ കൃത്യമായിട്ടും ഇതിനകത്ത് നോട്ടുണ്ടാവും. പ്രാക്ടീസ് ചെയ്യാനുള്ള നോട്ടാണ് കേട്ടോ. അത് ചെയ്യുക. റിസൾട്ട് വേറെ ലെവലാണ്. അത് ലെവലാണെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ലെവൽ റിസൾട്ട് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. കാരണം ഓരോരുത്തരുടെ അനുഭവ അറിവുകൾ വ്യത്യസ്തമാണ്. അതനുസരിച്ച് റിസൾട്ടും വ്യത്യസ്തമായിരിക്കും. പക്ഷേ റിസൾട്ട് ഉണ്ടാവും, അതിൽ ഒരു സംശയം വേണ്ട. മനസ്സിലായി? ഇതുവരെ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടിയായിരിക്കും ഇനി നിങ്ങൾക്ക് ഈ സെക്ഷനിൽ കിട്ടാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സ്വയം നമ്മൾ വേറൊരു ലെവലിലേക്ക് മാറ്റപ്പെടും. അത് 100% ഞാൻ ഉറപ്പാണ് പറയുന്നത്. പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി എല്ലാവരും ഇത് ഈ ഒരു മാസം കടന്നു വന്നത്, ഇപ്പോൾ മറ്റേത് നമ്മൾ ബാക്കിയുള്ള മറ്റ് ബാച്ചുകാരുടെ അടുത്തൊക്കെ പറഞ്ഞതല്ലാതെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു വന്നാൽ നല്ലതായിരുന്നു. ഒരു ഇപ്പോൾ ഇന്നലെ നമ്മുടെ ഏത് സാറാണ്, കൃഷ്ണപ്രസാദ് സാറാണോ? അല്ല ദാടി എന്ന് പറഞ്ഞ ഏത് സാറേ? ശ്രീൻ സാറേ ഇപ്പോഴുണ്ടായിരുന്നല്ലോ. എന്ന് നമ്മൾ ചർച്ചയ്ക്കൊക്കെ വരുന്ന ഒരു സാറുണ്ടായിരുന്നല്ലോ, പേര് വിട്ടുപോയി. ആ പുള്ളി വിളിച്ചു തന്നു. അപ്പോൾ സ്ഥിരം ഉണ്ടായിരുന്നു നേരത്തെ. ഇടയ്ക്ക് വെച്ചിട്ട് പുള്ളി 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ബാക്കിലായി, പുള്ളി ഇതായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കരുത്, പെട്ടെന്ന് ഡൈവേർട്ട് ഇനി വന്നോളണം. വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്തെ കണക്ഷൻ വിട്ടു. രാമകൃഷ്ണ സാർ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അടുത്ത ഇപ്പോൾ നമ്മളെ 7ാമത്തെ ബാച്ചിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാളെ മൊബൈൽ വെച്ചിട്ട് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അദ്ദേഹമൊക്കെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. നമുക്കത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ആയിപ്പോയി, മൊബൈൽ മൊത്തത്തിൽ ഒരു ചെറിയ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് മൊബൈൽ ക്ലിയർ ആക്കി കിട്ടിയപ്പോഴത്തേക്ക് നോട്ട് എവിടെ എത്തിയെന്ന് ഒരു പിടിയുമില്ല, കണക്ഷൻ വിട്ടു ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഉന്മേഷ് സാറുണ്ടാ, ഉന്മേഷ് സാറ് രണ്ട് കളിയാണ് കളിക്കണേ. ഇതിനകത്തും ഇപ്പം 8ാമത്തെ ബാച്ചിലെ ഫസ്റ്റ് ക്ലാസ് കേട്ടിട്ട് ഇതിനകത്ത് വന്നിരിക്കുകയാണ്. 2 ബാച്ചിലും ഉണ്ട്. മനസ്സിലായി? അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ ഓരോരുത്തരായിട്ട്? പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല, ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മൾ ഇതുവരെയുള്ള ഒരു റൗണ്ട് പൂർത്തിയാക്കിയതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാനാണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ആരുടെയും മുഖം ഞാൻ പുറത്തു വിടൂല, പറഞ്ഞോ. നമസ്കാരം, എന്റെ പേര് ബാബു എന്നാണ്. കൊല്ലം ജില്ലയിലാണ് വീട്. ഞാനിപ്പോ ഖത്തറില് അറബി കുക്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ എന്തോ തേടി നടന്നത് എന്തോ നമുക്ക് കിട്ടിയത് പോലെയാണ് ഈ ഒരു ക്ലാസ്.
ചേർന്ന് തന്നെ. അപ്പൊ നമ്മളെന്തോ പണ്ടെന്തോ തേടി നടന്ന എന്തോ ഒരു സാധനം നമുക്ക് ശരിക്കും അതിനെ അടുത്തറിയാൻ പറ്റുന്നത് പോലെയുള്ള ഒരു ക്ലാസ്സാണ് ഇപ്പൊ എനിക്ക് കിട്ടിയേക്കുന്നത്. പണ്ട് പോലെ ഇങ്ങനെ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഇത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതും അതിനെ കുറിച്ച് അറിയാന്നുള്ളതും. അപ്പൊ ആ ഒരു ക്ലാസ് കിട്ടിയപ്പോൾ തന്നെ ഒരു വളരെ സന്തോഷമുണ്ട്, നല്ലൊരു കാര്യമുണ്ട് അതിൽ. പിന്നെ നമ്മൾ ഈ കൂടുതൽ ഈ മേഖലയിലാണ് കൂടുതൽ കാര്യങ്ങൾ, പുസ്തകമായാലും ആത്മീയതയായാലും ഈ മേഖലയിൽ തന്നെ ആയിരുന്നു കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് പെട്ടെന്ന് ടച്ച് ആവുന്നുണ്ട് എനിക്ക്. വളരെ നല്ല ക്ലാസ്സാണ്. ഇതിൽ എന്തെങ്കിലും ഒരു നല്ലൊരു മാറ്റം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത റൗണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതാണ്. ഇത് അതായത് കഴിഞ്ഞ ഒരു ചന്ദ്രവട്ടത്തില് കോഴ്സുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായങ്ങൾ സാർ പറഞ്ഞിട്ടില്ല, ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനിത് ഈ സമയത്ത് ഞാൻ അതും കൂടെ പോയിന്റ് ചെയ്യാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ടുള്ളതിൽ ആ റിസൾട്ട് കൂടെ കിട്ടണമെന്നല്ല, അത് കാരണം പ്രാക്ടീസാണ്. പ്രാക്ടീസ് മീൻസ് നമുക്ക് അതനുസരിച്ച് ചെയ്യണം. നമ്മളിങ്ങനെ ഇരുന്ന് പറയൽ മാത്രമല്ല, അപ്പൊ അത് ചെയ്യും സാറൊക്കെ നേരത്തെ. കാരണം നേരത്തെ നമ്മൾ 5ാമത്തെ ബാച്ചിലുള്ള ആളാണ്, മനസ്സിലല്ലേ, ചെയ്യുന്നുണ്ട്. പക്ഷെ ആ അഭിപ്രായങ്ങളും കൂടി നമുക്ക് കിട്ടണം കേട്ടോ. ഒരു കാര്യം, മാധവ് സാറ് വിളിക്കുന്നുണ്ട്, അതിപ്പോൾ റെക്കോർഡും കട്ടാവൂല്ലേ. ഇത് മാധവ് സാറൊന്നും നമ്മുടെ ഇത് ക്ലാസ് റൂമിലില്ലേ? ഒരു സെക്കൻഡ്. മാധവ് സാറുണ്ട്. മാധവ് സാറിന് ഞാൻ ആദ്യം നിന്ന് വിളിക്കാൻ, ഒരു സെക്കൻഡ്. പുള്ളി ഇച്ചിരി വയസ്സായ ആളാണ്. അപ്പോൾ നമ്മൾ അവരെ ആ രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ, മാധവ് സാർ ഇതിൽ മാധവ് സാർ ഓൾറെഡി എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. തുടക്കം നിലയ്ക്ക് ഞാൻ ഇനി നമ്മളുടെ ഈ ക്ലാസ്സിൻ്റെ ലിങ്കൊന്നും നമുക്ക് അവിടെ ഇടത്തില്ല. കാരണം ഇത് ഇപ്പോഴേ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കണക്റ്റ് ആവില്ല. അത് പിന്നീടത് സാറേ അതിനകത്ത് ലിങ്ക് കണ്ടില്ലേ? ലിങ്ക് കണ്ടോ? ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഉണ്ടായിരുന്നോ? അപ്പൊ ഒന്ന് നോക്കിയേ. ആ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ബാബു സാർ അതൊന്ന് ശ്രദ്ധിച്ചോളണേ. ഓക്കെ, അടുത്ത ഇതേ നമുക്ക് ഇത് കിട്ടിയതിനെ കുറിച്ച് ഇങ്ങനെ ഒരു പരിചയപ്പെടേണ്ട ഒരിക്കലുള്ളൊരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ക്ലാസ് എത്രയാണ് ഉപയോഗപ്പെട്ടെന്ന ഒരു വേറെ എന്തെങ്കിലും കിട്ടിയിൽ നിന്ന് നമ്മൾ ആരും ചർച്ച ചെയ്യപ്പെടാത്ത എന്തെങ്കിലും ഒക്കെ ഏരിയയിലുണ്ടെങ്കിൽ പറഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ ഐഡിയ നമുക്ക് കൂടെ കിട്ടും. ഓക്കെ, അടുത്ത ആള്. നമസ്കാരം, എന്റെ പേര് അഖിൽ എന്നാണ്. ഓക്കെ, അഖിൽ സാർ. എന്റെ പേര് അഖിൽ, ഞാൻ അഡ്വക്കേറ്റ് ആണ്, ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യാണ്. എന്റെ സ്ഥലം വന്നിട്ട് വർക്കലയാണ്. എന്റെ ഹെഡ്സെറ്റിൽ ചാർജ് ഇല്ല, അതാണ് ഞാൻ പറയുന്ന ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല. അറിയാം, ക്ലിയർ ആണ്. അപ്പൊ ഞാന് ഇത്തരത്തില് ഇപ്പോ എനിക്ക് ഇതിലോട്ട് വന്നത്, ഞാൻ ആദ്യം വേറൊരു ബാച്ചിലാണ് വന്നിരുന്നത്. അപ്പോഴേക്കും എനിക്ക് എന്റെ കുറച്ച് ജോലി സംബന്ധമായ തിരക്ക് കാരണം എനിക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സാറിന് മെസ്സേജ് അയച്ചു, സാറേ ഇന്ന ഒരു പുതിയൊരു ബാച്ച് തുടങ്ങുമ്പോൾ ഒന്നതിൽ നിന്ന് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അതില് ആഡ് ചെയ്യുകയും ഇത്രയും അതായത് നമ്മൾ സാധാരണ പറയുന്നത് നമ്മുടെ അപ്പനും അമ്മയാണ് നമ്മൾ നന്നാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. നമ്മുടെ യൂണിവേഴ്സ് ഇതുപോലെയുള്ള ചില ആൾക്കാരെയൊക്കെ നമ്മൾ മുമ്പ് കൊണ്ടുവന്ന് നിർത്തിത്തരും. നീ ഇങ്ങനെയെങ്കിലും ഒന്ന് നന്നാവടെ, ആ ഒരു സംഭവത്തില്. അപ്പൊ എനിക്ക് ഇതിൽ എന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ്
നമ്മുടെ ഈ തോട്ട്സ് യഥാർത്ഥത്തില് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ എനിക്ക് കേട്ട ഒരു സംഭവമാണ്. നമ്മളിപ്പോ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചാണ്, എന്തോ ഒരു സംഭവം എന്നെ കൊണ്ട് പറ്റാതെ ലാസ്റ്റ് അത് ശരിയായപ്പോ ഇങ്ങനെ നമ്മുടെ ബ്രത്ത് വെച്ചിട്ട് നമ്മുടെ ബ്രത്ത് ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാല് ഇതുപോലെ നമ്മുടെ മനസ്സിന്റെ സങ്കീർണതകള് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാല് നമ്മുടെ തോട്ടുകളെയൊക്കെ വാച്ച് ചെയ്യാൻ കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. ഇന്ന് ഞാൻ ഇരുന്ന് ബസ്സിൽ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സാറിന്റെ ആ യൂണിവേഴ്സിന്റെ ഒക്കെ ക്ലാസ് സ്പൈറൽ ഗാലക്സിയും അതിലെ സണ്ണും നമ്മുടെ സൂര്യൻ ഇങ്ങനെ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുവാണെന്നാണ്. അതിന്റെ ചുറ്റും കഷ്ടപ്പെട്ട് നമ്മുടെ ഈ പ്ലാനറ്റ്സ് ഒക്കെ കറങ്ങുവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ ഇവിടെ ഇരുന്ന് ബാക്കിയുള്ളവരെ വഴക്കും ഇട്ട് മറ്റു നന്നാവുന്നത് കണ്ട് ഈർഷ്യം വെച്ച് ഒക്കെ ഇരിക്കുമ്പോ ആക്ച്വലി അവർ വേൾഡ് അല്ലെ, നമ്മുടെ ഈ ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്കിത് പറയാൻ വലുതായിട്ട് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടുന്ന അവസരങ്ങൾ അത് സംസാരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആദ്യമേ കയറി സംസാരിച്ചത്. ചിലപ്പോ എന്നെ കേട്ട് മുഷിച്ചിട്ടുണ്ടാവും. ഇല്ല 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 ഇത് എനിക്ക് അല്ല കിട്ടിയ ഒരു അവസരമായിട്ട് നമ്മൾ കിട്ടുന്ന അവസരമൊക്കെ ആക്ച്വലി ഞാൻ ഇൻട്രോവേർട്ട് ആണ്. എന്റെ ജോലി കൊണ്ട് ഞാൻ എക്സ്ട്രോവേർട്ട് ആയിരിക്കണം, പക്ഷെ പറ്റുന്നിടത്ത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു സമാധാനം. ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകും അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഈ കിട്ടുന്ന അവസരമൊക്കെ ഇടിച്ചിടിച്ചിടിച്ച് നിന്നിരിക്കുമ്പോ അതായിരിക്കും ബെറ്റർ എന്നാ എന്റെ ഒരു ഫീല്. വെറുതെ നമുക്ക് ഭയമുള്ളതൊക്കെ കയറി ആ ഭയമുള്ള സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറയാം, എന്റെ വൈഫ് ഫസ്റ്റ് ആനിവേഴ്സറിയിൽ ഞാൻ ചെയ്തത് ബഞ്ചി ജമ്പിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് 60 മീറ്ററോളം പൊക്കത്ത് നിന്ന് നമ്മളെ കാലിൽ കയറ് കെട്ടിയിട്ട് എടുത്തൊന്ന് ചാടണം. എനിക്ക് ഒരു നമ്മുടെ സാറിന് അറിയാം, നമ്മുടെ അഞ്ചുതെങ്ങിൽ ഒരു കോട്ടയുണ്ടല്ലോ, അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലൊക്കെ കയറുമ്പോ എനിക്ക് എന്റെ ജീവൻ പോണത് പോലെയാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഈ ബഞ്ചി പേടിയായതുകൊണ്ട് അത് പോയി ചെയ്തു. അപ്പൊ അതുപോലെ നമ്മളെ മനസ്സിനെ വരുതിയിലാക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. അല്ലാതെ നമ്മൾ ഈ ചുറ്റുപാടുള്ള എന്റെ കുടുംബത്തിനെ ഞാൻ പഴിക്കും, എന്റെ സുഹൃത്തുക്കളെ പഴിക്കും, എന്റെ ഭാര്യയെ പഴിക്കും, എന്റെ ഭർത്താവിനെ പഴിക്കും, അവരൊന്നും എനിക്ക് ജീവിതം ആരും നന്നാക്കാൻ പോകില്ല. നമ്മൾ തന്നെ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ ഉള്ളൂ നമ്മുടെ ജീവിതം ബെറ്റർ ആവും എന്നുള്ള. അപ്പൊ എനിക്ക് ഈ ക്ലാസ്സിൽ കൗതുകം തോന്നി. സാറിന്റെ ഈ പഠിപ്പിക്കുന്ന രീതിയും അവതരണ ശൈലിയും എനിക്ക് ഗുണപ്പെടുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർന്നത്. അപ്പൊ ഇത് നമുക്കൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ആദ്യമേറെ സംസാരിച്ച് എല്ലാവരും ഏറെ സമയം എടുത്ത് ഞാൻ സംസാരിച്ചു. അല്ല അത് കുഴപ്പമില്ല നമുക്ക് സമയമുണ്ട്. ഇത് പിന്നെ ഇതിന്റെ അകത്തെന്ന് പറയുന്നത് നമ്മളെ അഖിൽ സാറ് നേരത്തെ ഇതിനകത്ത് ആഡ് ചെയ്താണ്. അപ്പൊ ഇപ്പോ ഇത് നമ്മൾ അന്ന് ആഡ് ചെയ്ത ഗ്രൂപ്പിൽ തന്നെയാണ് ഇപ്പൊ സാറിന് പിന്നെ ഈ അഡ്വക്കേറ്റ്മാർക്ക് അല്ല എന്താണ് LLBയുടെ ക്ലാസ് എടുക്കുന്നുണ്ട് സാർ അല്ലേ? അതെ LLBയുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ ആ എക്സാമിന്റെ ക്ലാസ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഈ ഒരു സമയമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ ക്ലാസ്. അതുകൊണ്ട് അവരുടെ എക്സാം ഈ സമയത്തായിരുന്നു. അപ്പോ അതുകൊണ്ട് ആണ് സാറിന് ഇതിന്റെ അകത്തേക്ക് കടന്നു വരാൻ പറ്റാതിരുന്നത്. അപ്പോ ഇപ്പോ സാറിനെ ഓൾറെഡി നമ്മുടെ 8ാമത്തെ പുതിയ ബാച്ചിൽ വേറെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അല്ല അത് കുഴപ്പമില്ല സാർ, ഇത് ആദ്യമേ കുറച്ച് ക്ലാസ്സുകൾ കേട്ടതാണ്. അപ്പൊ ഇതിപ്പോ അടുത്തതിന് വിട്ട് നമുക്ക് 8ാമത്തെ ബാച്ചിൽ. അപ്പൊ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തില്ല, അതിലും ആഡ് ചെയ്ത് ഇതിലുണ്ട്. അപ്പൊ ഇതില് ഇപ്പൊ സാർ ഇതില് പറഞ്ഞത് വളരെ സന്തോഷം. അല്ല ഞാൻ അങ്ങനെ വിചാരിക്കല്ല, വീട് മാറിപ്പോയി നല്ലൊരു. അപ്പൊ സാറ് ഇങ്ങോട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ മെസ്സേജ് ചെയ്തിട്ട് പ്ലീസ് കോൾ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ ഞാൻ എന്നെ എങ്ങനെയെങ്കിലും പുതിയ ബാച്ചിൽ ആഡ് ചെയ്യുന്ന പറഞ്ഞ് സാറ് വീണ്ടും പുതിയ ബാച്ചിനോടൊപ്പം നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പൊ സന്തോഷം സാർ. ഇതുപോലെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഉദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ചു പേര് വേണോന്നേ. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നേ. ഇപ്പൊ ലൈഫിലൊക്കെ എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നു, ടെൻഷൻ. ഇന്നലെ എനിക്ക് എന്റെ ഒരു ക്ലയന്റ് മെസ്സേജ് അയച്ചാണ്, സാറേ എനിക്ക് ഡിപ്രഷനിലായിരുന്നു, ഞാൻ മരുന്ന് കഴിക്കുന്നു. അപ്പൊ ഞാൻ ഈ ക്ലാസിന്റെ ലിങ്ക് അയച്ചു കൊടുക്കാൻ പോകണം. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അയച്ചു കൊടുക്കാൻ. മീൻസ് നമ്മുടെ ഈ നമ്മൾ എന്തിനാ ഈ ഇത്രയും ടെൻഷൻ അടിക്കുന്നതെന്നാണ്. ആ തോട്ടങ്ങ് മാറ്റിയാൽ മതി. ഇപ്പൊ ആരെങ്കിലും മരിച്ചു പോയെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വിഷമം. അതിന് സമയം വേറെ സന്തോഷമുള്ള എന്തെങ്കിലും ആലോചിച്ചാൽ മതി, നമ്മുടെ ഇത് മാറും. അപ്പൊ ഇതുപോലെ സാറിന്റെ ഒക്കെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും ഗുണമാണെന്ന്. ഇത് ആക്ച്വലി നമ്മൾ ഇതിൽ വന്ന് എത്തപ്പെട്ടത് യൂണിവേഴ്സിറ്റിയുടെ കോളായിട്ടൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. എന്തേ ഉറപ്പായിട്ടും ആ ഒരു ചിന്ത ഉറപ്പായിട്ടും. അതല്ല, ഇത് എന്റെ ഈ ക്ലാസിന്റെ കണക്ഷനും അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ടാണ്. അല്ല ഇതിൽ വന്ന ഓരോ ആൾക്കാരോടുള്ള എൻ്റെ ഉത്തരവാദിത്വം അല്ല, അത് യൂണിവേഴ്സലിനോടാണ് ഞാൻ ഈ ജോലി ചെയ്ത് തീർക്കേണ്ടത് യൂണിവേഴ്സലിനോടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്താൽ നിങ്ങളാരും അല്ല പറ്റിക്കുന്നത്, അത് യൂണിവേഴ്സലിനാണ്. ഞാൻ അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചന്ദ്രവട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ശരിക്ക് അവനോട് ഞാൻ പറഞ്ഞത് തുടക്കം മുതലേ ഈ ആത്മീയതയെ വെച്ച് പിടിക്കരുത് എന്ന് പറഞ്ഞ കാര്യം. കാരണം നമ്മൾ പക്ഷെ നമ്മൾ ബ്രെയിനിൽ അങ്ങ് മേളിൽ തന്നെ പോകും. അപ്പോൾ അവിടെ നമ്മൾ ആത്മീയ മീൻസ് ഒരുപാട് നമ്മൾ ലോജിക്ക് ഇല്ലാത്ത കാര്യത്തിലോട്ട് കയറി പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു താളമില്ലാതെ പോകും. നമുക്ക് ഉപയോഗപ്രദമായതും എന്നാൽ സൂക്ഷ്മമായ അന്വേഷണത്തിലേക്ക് നമ്മൾ അന്വേഷണത്തിലല്ല, അത് വേറെ ലെവലാണ്. അതെന്ന് വെച്ചാൽ എന്തുമാത്രം ഭയങ്കര ലെവലിലുള്ള കാര്യമല്ല നമ്മൾ സിമ്പിൾവൽക്കരിച്ച് ഇപ്പം സംസാരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെയും പ്രകൃതിയുടെയും എല്ലാം സിമ്പിളാക്കി നമ്മൾ പറയുന്നത്. അപ്പം അതേപോലെ ഇനി നമ്മളെ തലച്ചോറിന് അകത്തേക്ക് കടന്നു ചെല്ലാനുണ്ട് നമുക്ക്. ഓക്കെ, താങ്ക് യു. അടുത്ത നമസ്കാരം, എന്റെ പേര് അശ്വതി. പറയട്ടെ. ഞാൻ ഹൗസ് വൈഫാണ്. ഞാൻ ഈ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതില് പ്രധാനപ്പെട്ട കുറച്ച് കാര്യം പറയാനുള്ളത് ഉടക്കുവാർത്തകൾ വന്നിട്ടുണ്ടെന്ന് ചിന്താഗതിയിലായിരുന്നെങ്കിലും കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലായിരുന്നില്ല, വളരെയധികം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്ത് ഇന്നത്തെ ദിവസം അതൊക്കെയാണ് നമ്മുടെ ഇപ്പൊ എന്താ ടീച്ചർ ഹെഡ്ഫോണിന് ചെറിയ പ്രശ്നം ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ കുഴപ്പം? സൗണ്ടിന് സൗണ്ട് ബ്രേക്ക് ആവുന്നു. ആ ഹെഡ്ഫോൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഹെഡ്ഫോൺ ഒന്ന് മാറ്റൂ. ഇപ്പൊ കേൾക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊന്നും കേട്ടില്ലേ? കേട്ട്, പക്ഷെ ഭയങ്കരമായിട്ട് ഇതായി പോകുന്നു, ഒന്നും ആയില്ല, അങ്ങനെ കിട്ടിയില്ല നേരെ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. എന്താ നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് ഈ നിമിഷമാണ് ഉള്ളത്. ഞാനും പണ്ട് കുറെ തെറ്റിദ്ധാരണകളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതായത് നമ്മള് ഈ പറയുന്ന പോലെ വേറെ തലങ്ങളും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയി നിന്നപ്പോ നമുക്ക് അത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ഒന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ തലയ്ക്കകത്ത് വെളിച്ചം വന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് ഈ നിമിഷമാണോ, അത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ മറിയുന്നത്. ഞാനും ഇന്നലെ വരെയും പലരെയും കുറ്റപ്പെടുത്തി ജീവിച്ച ആളാണ്. അതായത് ഞാൻ തന്നെ എനിക്കൊരു പ്രൊഫഷനൊക്കെ ഉണ്ടായിരുന്നു, ടീച്ചറായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വിട്ടു വന്നപ്പോ ഞാനിങ്ങനെ മനസ്സിലാക്കാതെ എന്റെ കുറ്റം കൊണ്ടല്ല, അത് വേറൊരാൾ എന്നോട് പറഞ്ഞു അത് ജോലി വിടാൻ, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിലൊക്കെ പലരെയും കുറ്റപ്പെടുത്തി. പക്ഷെ പിന്നീടാണ് മനസ്സിലായി എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് പോകായിരുന്നു, ആരും അവിടെ തടയാൻ വരില്ല. അപ്പൊ അതൊക്കെ നമ്മൾ പലരെയും പഴി ചാരും. എനിക്ക് അങ്ങനെ സംഭവിച്ചത് അതാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, അതൊന്നുമല്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ യഥാർത്ഥ ശത്രു. മിത്രവും അത് തന്നെ, ശത്രുവും അത് തന്നെ. നമുക്ക് വേറെ പുറത്തെ ശത്രുക്കളില്ല. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഉള്ളത് ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു ദിവസം നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്ന ദിവസമാണ് നമുക്കുള്ളത്. അത് എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ആ ദിവസത്തിന്റെ തുടക്കത്തിൽ പ്ലാൻ ചെയ്യുക. ഈ കഴിയുമ്പോൾ നമ്മൾ അത് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ലിസ്റ്റ് പോലെ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ സാറ് പണ്ട് പറഞ്ഞ പോലെ ഒരു 100 സ്റ്റെപ്പ് കയറണമെങ്കിൽ താഴെ ഇരുന്ന് വെറുതെ ചിന്തിച്ച സമയം കളയാതെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഉടച്ചുവാർക്കലുകൾ വരും. അതുവരെയുള്ള നമ്മൾ ഇന്നലെ വരെ ഇതും ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, ഏത് പ്രമാണങ്ങളിൽ ആയിക്കോട്ടെ നമ്മൾ കൊണ്ടു നടന്നത്, അതിലൊന്നും ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ചിന്തിക്കേണ്ടതെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഒത്തിരി വ്യത്യാസം വരും, ഒരുപാട് വ്യത്യാസം വരും. നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഇങ്ങനെ വെളിയിലോട്ട് വരും. നമ്മൾ എവിടെയാണ്, എന്താണ് നമ്മുടെ ചിന്താഗതിയിലെ പ്രശ്നം, എന്താണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത്, ഇതൊക്കെ നമുക്ക് തന്നെ തെളിഞ്ഞ് കയറി വരും. പ്രകൃതി അതിനനുസരിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ കൊണ്ടുതരും. അപ്പം ചിലപ്പോൾ ഒരു ചെറിയ വീഴ്ചയായിരിക്കും, ചിലപ്പോൾ ഒരു കൊട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെയൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ അതിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച ഒരു പാഠം. ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ക്ലാസ് വളരെ എഫക്റ്റീവാണ്. ഇത് 100% ആത്മാർത്ഥതയോടെ വരെയാണ് ഇന്ന് വരെ ഇരുന്നത്. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. മുന്നോട്ട് നമ്മൾ അത്ര തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിനകത്ത് റിസൾട്ട് ഉണ്ടാവും. അത് ഒരു സംശയവും വേണ്ട. അത് എത്തിക്കും, അത് പ്രപഞ്ചം അത്
എന്തായാലും ഇത്രയും കിടന്ന് നമ്മൾ നമ്മൾ പ്രപഞ്ചത്തെ പറയുന്നുണ്ട്, പ്രപഞ്ചം എന്തായാലും അവിടെ കൊണ്ടെത്തിക്കും. എനിക്ക് വിശ്വാസമുണ്ട്. നമ്മളിൽ അറിവ് മാത്രം പോരല്ലോ, അതിനെ അതേപോലെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന അതേപോലെ അവിടെ റിസൾട്ടൂടെ കിട്ടുമ്പോഴേ നമുക്കൊരു അത് പിന്നെ ഇതിനകത്ത് നമ്മൾ 6ാമത്തെ ബാച്ച് എന്നുള്ള 6ഉം 5ഉം ആയിട്ടുള്ള ബാച്ചുകളാണുള്ളത്. പിന്നെ എല്ലാവരും എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ അന്ന് തന്നെ TS സൈക്കോളജി പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിടുന്ന ഒരു വീഡിയോസിന് അല്ലെങ്കിൽ ഒരു പോസ്റ്ററിന് അത് കണ്ടു പോകുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം. അത് പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ എന്തെങ്കിലും കമൻ്റ് ഇടുമ്പോഴും അതിന് മാക്സിമം ലൈക്ക് ഉണ്ടാവണം. ആ ലൈക്ക് ഒരു 3 പ്രധാനമായിട്ടും വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഒരാൾ ലവ് അടിച്ചെങ്കിൽ, ഒരാൾ ഹാർട്ട് അടിച്ചെങ്കിൽ, ഒരാൾ എന്ത് ചെയ്യുക, ഫ്ലവർ അടിക്കുക. അപ്പോൾ നമ്മളെ ഗ്രൂപ്പ് കാണാൻ നല്ലൊരു രസമായിരിക്കും. മനസ്സിലായില്ലേ? അത് കാണാൻ അതൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ആസ്വദിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്തേ അല്ല, നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ പ്രത്യേകം അടിക്കണ്ട, അല്ലാതെ തന്നെ അതിൽ നമ്മൾ അമർത്തി പിടിക്കുമ്പോഴത്തേക്ക് ഓൾറെഡി വരുമല്ലോ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ആ 3 പേർ, അപ്പോൾ ഓരോന്നിലും ഒത്തിരി എണ്ണം വരുമ്പോഴത്തേക്ക് അത് ക്ലാസ് ചെയ്യുന്നവർക്ക്, അഭിപ്രായം പറയുന്നവർക്കൊക്കെ അത്രയും പേരുണ്ട്. കാരണം ഇത് പറയാതിരിക്കുന്നതുകൊണ്ട് അവർക്ക് ലൈക്ക് ചെയ്യാനും അവർ മടിക്കുന്നുണ്ട്. പറയാതിരിക്കുന്നവരെന്ത് ചെയ്യുന്നില്ല, പലരും അതിലൊന്ന് അമർത്തി ഒരു ലൈക്ക് പോലും ചെയ്യുന്നില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്വയം ഉൾവലിയുകയും നമ്മൾ കഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നവനെ അംഗീകരിക്കില്ലടാ എന്നൊരു സാധനം നമ്മൾ അറിയാതെ നമ്മൾ ഉറപ്പിക്കുകയാണ്. മനസ്സിലായോ? അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മളിപ്പോൾ ഒരു പക്വതുള്ളൊരു ടീമാണ് നമ്മൾ. മറ്റേ കുട്ടികളല്ലേ, നമ്മൾ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് കേട്ടോ, പഠനമൊക്കെ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത ലെവലിലോട്ട് മാറിപ്പോവുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരും അത് ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഒരു ഫോട്ടോ ജെമിനിയിൽ നിന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ എങ്ങനെ പോയാലും ഇതിൻ്റെ മിനിമം ഒരു ജെമിനിയിൽ ഒരു ദിവസം ഇത്ര എണ്ണം ചെയ്യാമെന്നുണ്ട്. ഇതിൻ്റെ തീരും അടുത്ത മൊബൈലിലുള്ള അടുത്ത ഇമെയിലുള്ള അങ്ങനെയൊക്കെ തീർന്നാൽ നമ്മൾ ഒരു ഫോട്ടോ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് അവർ ചിത്രം തയ്യാറാക്കി തരില്ല. അപ്പോൾ ഇതൊന്നും അതുകൂടെ ആഡ് ചെയ്താൽ ഇത് ആഡ് ചെയ്ത് പിന്നെ ആഡ് ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലും തെറ്റ് വരും. ഇങ്ങനെ ചെയ്തിട്ടിട്ട് ഈ കണ്ടിട്ട് പോകുന്നൊരു ലൈക്ക് പോലും തരാതെ പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. സീരിയസ്ലി ഒരു ലൈക്ക് പോലും തരാതെ അങ്ങ് ഓരോരുത്തർ കണ്ടിട്ട് നീക്കി പോകുമ്പോഴത്തേക്കും പക്ഷേ ഇത്രയും നിങ്ങൾ നോക്കിയില്ലേ? എന്നിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് പിന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടിട്ടുണ്ട്, കണ്ടവർ വരെ ഒരു ലൈക്ക് തന്നിട്ടില്ല. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ പറഞ്ഞ എന്താണ് പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്കാണ്. TS സൈക്കോളജി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവാണ്. പുതിയ സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ തോന്നും. ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ വീണ്ടും പറയാൻ തോന്നും. മനസ്സിലായില്ലേ? ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റിയില്ല, പറഞ്ഞവരെന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതും കൂടി നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ പരസ്പരം, ഞാൻ പണ്ട് പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഈ ക്ലാസ്സിലെത്താൻ പ്രധാനപ്പെട്ട കാരണം അതാ, മെമ്മറി കാസ്കറ്റ് എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയത് കാര്യം. മനസ്സിലായില്ലേ? കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഡ്രോപ്പ് ഔട്ടായി പോയതുകൊണ്ട് കുട്ടികളെ ഞാൻ ഡ്രോപ്പ് ഔട്ടായിട്ടുള്ള കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഈ പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ മാത്സിലേക്ക് കണക്ക് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഐഡിയാസ് എനിക്ക് തുടങ്ങണമെങ്കിൽ 6ാം ക്ലാസ്സിൽ ബേബി ഗിരിയ സാർ എന്ന് പറയുന്ന ഒരു ടീച്ചർ എനിക്ക് തന്നൊരു പോസിറ്റീവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നൊരു പോസിറ്റീവ് വരെ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. അതായത് വന്ന വഴി മറക്കരുതെന്ന് പറയുന്ന ആ റൂട്ട് അന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ, ആ റൂട്ടിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചാർജ് ചെയ്ത് പരസ്പരം, അതായത് മുന്നേ ഓടി പോകുന്ന എന്ത് ചെയ്യുക, വലിച്ച് മേളിലേക്ക് കയറ്റുക, പിറകിൽ നിൽക്കുന്നവൻ ഉന്തി തള്ളി അങ്ങോട്ട് മേലെ, ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, അടുത്ത. അതുകൊണ്ട് എന്തായാലും അശ്വതി ടീച്ചറൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതും ഓരോ ഓരോ കാര്യങ്ങളും സംസാരിച്ച് പോകുന്നതൊക്കെ. എന്നിട്ട് ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ക്ലാസ് ഗ്രൂപ്പിൽ ചർച്ച വരാതിരിക്കുമ്പോൾ തന്നെ ടീച്ചർ പേഴ്സണലി വിളിച്ചിട്ട് ഈ ചർച്ച വരാതിരിക്കുന്നുണ്ട്. ടീച്ചർ സ്പെഷ്യലായിട്ട് എന്നെ പ്രത്യേകം എടുത്ത് ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കും ഒരു ഉശിരാണ്. ഒരുപക്ഷെ ഈ പ്രാക്ടീസ് സെക്ഷനിലും നിങ്ങൾ ഹൈഡായി പോവുകയാണെങ്കിൽ ഞാനും ഹൈഡ് ആവും. അത് ഹൈഡ് ആവുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഹൈഡ് ആവണമല്ല,
നമ്മൾ പ്രഷർ കൂടുതൽ ചെയ്യുമ്പോഴേ അത് പിന്നെ കുറ്റപ്പെടുത്തലിലേക്കും വേറൊരു മൈൻഡ് സെറ്റിലോട്ട് നമ്മുടെ മൈൻഡ് മാറും. നിങ്ങൾ എന്തുകൊണ്ട് ഇടുന്നില്ല, പറയുന്നില്ല, ഇങ്ങനെ നിങ്ങളും അതിനെ വേറൊരു അർത്ഥത്തിലേക്ക് എടുക്കും. തിരിച്ചു വരാനും പറയാനും പോകാനും ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ മാറിപ്പോവും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യും? എൻ്റെ ഒരു ഉത്തരവാദിത്വം എന്താണ്? നിങ്ങൾ എന്തായാലും വന്നതാണ്, നിങ്ങളത് ഞാൻ ക്യാഷ് വാങ്ങിയതാണ്, അതുകൊണ്ട് എനിക്കിത് 4 മാസം തള്ളിക്കൊണ്ട് പോകണം. തള്ളിക്കൊണ്ട് പോയി അവിടെ ചെല്ലും തുറന്നങ്ങ് വിടണം. അങ്ങനെ ആവും. അത് ഈ 4 മാസം നമുക്ക് അടിച്ചു പൊളിച്ച് നല്ല ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് പോകാം. ഓക്കെ, ഇണങ്ങിയും പിണങ്ങിയും സന്തോഷിച്ചും ചിരിച്ചും നമുക്ക് ഓരോ സ്ഥലത്ത് വരുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മളുടെ എന്താണ് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടിയാണ്. വേദനകളില്ലാത്തൊരു ലോകത്തെ പ്രതീക്ഷിക്കരുത്. വേദനകളില്ലാത്തൊരു ലോകം സത്യത്തിൽ നമ്മൾ അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേദനകൾ എപ്പോഴും എന്തിനുള്ളതാണ്? നമ്മളുടെ കഴിവുകളെ തിരിച്ചറിയാനുള്ളതാണ്. മനസ്സിലേ? നമ്മളുടെ ആരോഗ്യത്തെ നമ്മൾ തിരിച്ചറിയാനുള്ളതാണ്. നമ്മുടെ സന്തോഷത്തെ നമ്മൾ തിരിച്ചറിയാനുള്ളതാണ്. മനസ്സിലേ? ദുഃഖം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ സന്തോഷം, എവിടെയാണ് സന്തോഷം വീക്കായി പോയെന്ന് അറിയുക. മനസ്സിലല്ലേ? ഒരു വെയിലുള്ളപ്പോൾ മാത്രമേ നിഴലിൻ്റെ വില അല്ലെങ്കിൽ തണലിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എപ്പോഴും തണലത്ത് നമ്മൾ സന്തോഷിച്ചിങ്ങനെ ഒരു വെയിലും കൊള്ളാതെയൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ വലുപ്പം അറിയാതെ പോകും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേ അവിടെ വേദന ഉണ്ടാവുള്ളൂ. അപ്പോഴേ അവിടെ ശരീരത്തിൽ അവിടെ പ്രശ്നമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. അവിടെ വേദന ഉണ്ടാകാതിരുന്നാലോ അത് ഏതവസ്ഥയിൽ മാറും ആ ശാരീരിക വിഷയം. അതേപോലെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഏതൊരു കാര്യത്തിലും എന്തും നമുക്കെന്താണ് മെസ്സേജാണ്. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് ഒരു സാധാരണ മനുഷ്യരല്ല. ഇനി 10x മൈൻഡ് പവർ കഴിഞ്ഞിറങ്ങി പോണത് സാധാരണ മനുഷ്യരല്ല. എല്ലാം റോബോട്ടിനെക്കാട്ടി വേറെ ലെവലായിരിക്കും. അതായത് നമുക്ക് നല്ലത് കിട്ടിയാലും അഴുക്ക കിട്ടിയാലും വേദന കിട്ടിയാലും സന്തോഷം കിട്ടിയാലും എല്ലാം എന്താണ്? അലർട്ടാണ്, മെസ്സേജുകളാണ്. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ നമുക്ക് അറിവിലേക്ക് മാറട്ടെ. ഓക്കെ, അടുത്ത അഭിപ്രായങ്ങൾ പറഞ്ഞാൽ കൊള്ളാം. തുടക്കമല്ലേ, നമുക്ക് ഇനി അടുത്ത ഒരു മാസം നല്ല ഓട്ടം ഓടണം. നല്ല രസമുള്ള ഓട്ടം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? സാറേ ഞാനൊരു കുഞ്ഞു സംശയം ചോദിച്ചോട്ടെ. സംശയം പെട്ടെന്ന് പറയില്ലേ? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കിട്ടിയോ? നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ? ചോദിക്കും. എന്തായാലും പറയാൻ പറഞ്ഞപ്പോ ആരും പറയാതിരിക്കും. ഇപ്പൊ സാറ് പറഞ്ഞുകൊണ്ടിരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു കാര്യമായിരുന്നു. ചോദിക്കും. അതായത് ഇപ്പൊ ഞാൻ ഈ വക്കീലന്മാർക്ക് ക്ലാസ് എടുക്കുമ്പോഴും നമ്മൾ ഈ ക്ലാസ്സസ് ഒക്കെ ഗ്രൂപ്പിൽ ഇടുമ്പോ കുറെ പേർക്ക് അറിയാൻ നമുക്കത് ഗുണപ്പെട്ടതാണെന്ന് അറിയാം. ഇപ്പൊ സാറിന്റെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ലൈക്ക് അടിക്കുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ ഇത് നമ്മുടെ ഇൻബോക്സിൽ വന്ന് കിടക്കുന്ന ഈ സാധനം ഗുണപ്പെട്ടതാണെന്ന് അറിയാമായിട്ടും അത് നോക്കാം എന്നൊരു തോട്ടിലോട്ട്, അത് എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഗുണമുള്ളതാണെന്ന് നമുക്ക് അറിയാം. എന്റെ ഒത്തിടെ ഇത് വായിച്ച അമ്മാതിരി ഗുണമാണെന്ന് അറിയാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് പലതും ഓക്കെ നോക്കാം എന്നത് മടിയേക്കാൾ ഉപരി അത് എന്ത് മടിയാണോ? അത് ഒന്നെന്ന് പറയുന്നത്, അതായത് അത് ഒന്ന് പിന്നീടത്തേക്ക് മാറ്റി വെച്ചൊരു ശീലമാണ്. അതായത് നമുക്കത് കിട്ടിയില്ലെങ്കിൽ അത് അന്വേഷിച്ചു പോകും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കുക എന്നുള്ള സാധനമുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിതിപ്പോൾ ഇപ്പോൾ ഇതിനകത്തെ നമ്മളൊരു വീഡിയോ കാണാണ്. ഞാനിപ്പോൾ ഇന്നലെയൊക്കെ യൂട്യൂബിൽ നോക്കിയപ്പോൾ നമ്മളുടെ ഇട്ടേക്കുന്ന വീഡിയോസ് വേറെ ആർക്കും കാണാൻ പറ്റാതെ നമുക്ക് മാത്രമായിട്ട് ലിങ്ക് ഉള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്നില്ലാണ് ഇട്ടേക്കണം. അപ്പോൾ ഇത് ഒരു ദിവസം ലിങ്ക് ഇതിനകത്ത് ഇട്ടില്ലെങ്കിൽ ഇന്നത്തെ ലൈവ് എവിടെയെന്ന് പറയും. പക്ഷെ അതിലാരും ലൈക്ക് ചെയ്യുന്നില്ല, വളരെ കുറവാണ്. ഒരാളും 2 ആളൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ ഇട്ടില്ലെങ്കിൽ, ഞാനില്ലാത്തത് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് 2 മണിക്കൂർ ഇത്ര സമയം ഉപയോഗിക്കണമെങ്കിൽ അത്രയും സമയം ഇരുന്ന് ഇത് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനകത്ത് അങ്ങോട്ട് ഇടാനൊക്കെ കുറേ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ലൈക്കില്ല. ഇവിടെ ഇതിനകത്ത് ക്ലാസ് ഇടുമ്പോഴും അതിനകത്ത് ലൈക്കില്ല. അതിന്റെ കാരണം ചിലരത് അതിന്റെ അറിവുകൾക്കകത്ത് മാത്രം ആവും. മനസ്സിലായില്ലേ? അത് അവരുടെ കുറ്റമല്ല. കാരണം അവരത് കണ്ട് തീർത്ത് അതിനകത്ത് ഇങ്ങനെ ഒരു തോട്ട് അവർക്ക് വരില്ല. ഞാൻ കണ്ടത് വായിച്ചവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അവരെന്ത് ചെയ്യില്ല, അതിന്റെ റിപ്ലൈ ചെയ്യില്ല. അത് ആ ഒരു സാധനം സ്വാഭാവികമായിട്ടും ഇന്ത്യയിലുള്ള ഒരു സാധനമാണ്.
പക്ഷെ മറ്റുള്ളവർ അതല്ല. അത് കാരണം അറിയാമോ, ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറയാം. നമ്മളെല്ലാവരും പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, ഈ നമ്മൾ നിലവിൽ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം മേടിച്ചു, ഒരാളെ ഹെൽപ്പ് ചെയ്ത് അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ താങ്ക്സ് എന്ന് പറയും അല്ലേ? അപ്പോൾ അതിനെ രണ്ടാമത് തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? വെൽക്കം. ഓക്കെ, അല്ലാതെ താങ്ക്സ് പറയാതെ എവിടെയെങ്കിലും വെൽക്കം പറയുമാരെങ്കിലും? അതില്ല. ഇത് ഈ ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. അതായത് നന്ദി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുള്ളൂ എന്ന് അവർ പരസ്യമായി പറയുന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ താങ്ക്സ് എന്ന് പറയുന്ന ഒരു മധുര മറുപടി, അല്ലെങ്കിൽ ആ കിട്ടിയതിനുള്ള സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ, ഓ നീ നന്ദി പറഞ്ഞ നീ വീണ്ടും പറ. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ രണ്ടാമതൊരു ബന്ധം രൂപീകരിക്കുന്ന, അല്ലെങ്കിൽ രണ്ടാമത് അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നത് ഏതിലായിരിക്കുന്നത്? നന്ദിയിലായിരിക്കുന്നത്. ഇത് നമ്മൾ തെറ്റാതെ ഇംഗ്ലീഷൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആരെങ്കിലും താങ്ക്സ് പറഞ്ഞാൽ വെൽക്കം പറയും. പക്ഷെ ഇത് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ഇത് അവര് ചുമ്മാ ലാംഗ്വേജിൽ ഉണ്ടാക്കിയതല്ല. നമ്മളെ പോലെ എല്ലാവരും, അവരുടെ തോട്ട് പ്രോസസ്സ് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അവരെന്തുകൊണ്ടാണ് ഇത്രയും ഏത് മേഖലകളിലും അവർ ഡെവലപ്പായിട്ട് നിൽക്കുന്നുള്ള. ഒന്നാമത് ആയുസ് കുറവ്, മനസ്സിലായില്ലേ? അവര് ഇവിടെ നേരത്തെ പറഞ്ഞ നമ്മളെ ഈ ഭൂമധ്യരേഖയിൽ ജീവിക്കുന്ന ഈ ഒരു അവസ്ഥയെ ഹെൽത്തോ എന്താണ് നമ്മുടെ ക്ലൈമറ്റോ ഒന്നും, പ്രകൃതി ഒന്നും അവർക്ക് നമുക്ക് ഇത്രയും തന്നു ചൊരിഞ്ഞു തന്നേക്കണ കണക്കില്ല. എന്നിട്ടും നമ്മളെ അങ്ങനെ വെച്ച് നോക്കണമെങ്കിൽ നമ്മൾ ഭയങ്കരമായൊരു സുഖത്തിനകത്താ. നമ്മൾ അനാവശ്യമായിട്ട് കണ്ണിന് പോലും കാണാത്ത ഏതോ സാധനമൊക്കെ എടുത്ത് തലേ ചോന്നാണ് നമ്മൾ വേദനിച്ച് കിടക്കുന്നത്. അല്ലാതെ എന്തല്ല, ഇവിടുത്തെ ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത സാധനങ്ങൾ വെച്ചിട്ടാ. ഇവരുടെ ഈ ലാംഗ്വേജൊക്കെ ചെറിയ കാര്യമല്ല, ഏത് കാര്യത്തിൽ നോക്കിയാലും. അപ്പോൾ ഇവിടെ അവർ ആ താങ്ക്സ് വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്നതാണ് വെൽക്കം. മനസ്സിലായി? ആ തിരിച്ചു തരണം. അതായത് അവർ ആ ലാംഗ്വേജ് തയ്യാറാക്കി മനുഷ്യന്റെ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് കണക്ട് ചെയ്തിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ താങ്ക്സ് പറയാതെ നന്ദിയുണ്ടെന്ന് പറഞ്ഞേക്കണ അടുത്തെങ്കിലും നന്ദിയുണ്ടെന്ന് പറഞ്ഞേക്കണം. അത് കളിയാക്കണ, പരിഹസിക്കണ, ഇതൊന്നും പിടിയിട്ടില്ല. ആകെ ഇപ്പൊ പറഞ്ഞത് മമ്മൂട്ടി മാത്രമാണ്. ഇല്ല, ഗൂഗിൾ പേര് നന്ദിയുണ്ടേ. സാറേ, നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ടോ? അതായത് ഇപ്പൊ നന്ദി എന്തെന്ന് പറയുമ്പോ ഞാൻ തിരിച്ചേരി അപ്പൊ എന്താ നമ്മൾ തിരിച്ചു പറയുന്നത് മലയാളത്തിൽ? ഇംഗ്ലീഷിലും ഒക്കെ വെൽക്കം ഉണ്ട്. ഞാൻ ആലോചിക്കുവാണ് മലയാളത്തിൽ എന്താ വാക്ക്? അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അങ്ങനെ ഒരു സംഭവം നമ്മൾ രൂപീകരിച്ചിട്ടില്ല. നന്ദി പറയാൻ നമുക്ക് ഒരു സംഭവം വേണ്ടേ? പിന്നെ അതിന്റെ മറുപടി പറയാൻ നന്ദി എന്ന് പറയുന്ന രീതിയിലൊന്നും നമ്മൾ വളർന്നിട്ടില്ലല്ലേ. പിന്നെ നന്ദി പറഞ്ഞാൽ നന്ദി നമ്മൾ ഇപ്പൊ താങ്ക്സ് പറഞ്ഞാൽ തന്നെ ചില സുഹൃത്തുക്കൾ പറയും, അല്ല അടുത്തേക്ക് സുഹൃത്തുക്കൾ താങ്ക്സ് ഒക്കെ നീ ഉണ്ടെന്ന് പോക്കറ്റ് മടക്കി വെച്ചാല് അത് വേണ്ടെന്ന് പറയും. കാരണം നന്ദി പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്താണ്, ഇത് നന്ദി കൊണ്ട് തീരാവുന്നതല്ല. നമ്മൾ പറഞ്ഞ അതിലൊക്കെ ഭയങ്കര മനുഷ്യത്വവും ഭയങ്കര ഒരു സാധനങ്ങളൊക്കെ പറഞ്ഞത്. നമ്മളൊരു പ്രവൃത്തി ചെയ്തിട്ട് നന്ദി കൊണ്ടെന്നും അല്ലെങ്കിൽ നന്ദിയിലൊന്നും തീരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നന്ദി ഒന്നും പറയണ്ട. മനസ്സിലായില്ലേ? ഇതാണ് അതനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഒരു മാസം നീണ്ടു പോകില്ലല്ലോ. നമ്മൾ മറക്കും നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ നന്ദി പറയണമെന്നുള്ളതാണ്. ഇപ്പൊ അമ്മയുടെ അടുത്താണെങ്കിലും വൈഫിന്റെ അടുത്താണെങ്കിലും ഒരു നല്ലൊരു ചായ കൊണ്ടുവന്ന താങ്ക് യു പറഞ്ഞ, അല്ലെങ്കിൽ അത് പറയേണ്ടതാണ്. നമ്മളെ കൾച്ചർ എന്തോ അവിടെ വന്നില്ല എന്ന് തോന്നുന്നു, ഇല്ലയോ? അതെ. അപ്പൊ ഈ പറഞ്ഞൊരു കാര്യം നമ്മളിപ്പോ ഇത്രയും സൂചിപ്പിച്ചപ്പോ പറഞ്ഞാണ്. അത് നമ്മളില് ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് ഉദ്ദേശിച്ച സാധനമുണ്ട്. അതായത് ഒരു ചെറിയൊരു കാര്യം വന്നപ്പോൾ ഞാൻ ഒരാളെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ 2 ദിവസമേ ആയുള്ളൂ, മനസ്സിലിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് കുറ്റങ്ങളൊക്കെ വന്ന് എനിക്കങ്ങ് എൻ്റെ മനസ്സിലൊരു സ്പിരിറ്റ് കയറി വന്ന് ഒരു വെറുപ്പും ഒരു നിഷേധവും ഒരു ചെറിയൊരു സാധനം ചെറുത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് വന്നാലും നിരീക്ഷിക്കുന്നതാണല്ലോ. വരാതിരിക്കാൻ ഞാൻ മനുഷ്യനാണല്ലോ, അപ്പോൾ വരുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിങ്ങനെ എന്നെ ഇങ്ങനെ കയറി വന്നിട്ട് ഞാൻ ഇങ്ങനെ വിച്ച് സെക്കൻഡ് ഞാൻ വീണ്ടും രണ്ടാമത്തെ എൻ്റെ ഒബ്സർവേഷൻ അന്ന് കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്ത് എന്നെ വേറൊരു അവസ്ഥയിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് എന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലകളിൽ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ്സിൽ ഇവിടം വരെ എത്തുന്നതിന് വേണ്ടി.
അദ്ദേഹം മനസ്സിലല്ലേ, അദ്ദേഹം ഒരു സാധാരണക്കാരല്ലെങ്കിൽ സാധാരണ അവസ്ഥയിൽ നിന്നുകൊണ്ടായിരിക്കാം, പക്ഷെ എന്നെ രണ്ട് സ്ഥലത്ത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതങ്ങ് വിടും, നമ്മൾ സ്വാഭാവികമായിട്ടും വിടും. ഇട്ടിട്ട് അപ്പോഴും, അതായത് ഇപ്പോൾ നമ്മൾ കുടുംബത്തിനകത്തായി എല്ലാം, അതും സൈക്കോളജിയാണ്, കുടുംബത്തിനകത്തായിക്കോട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലായിക്കോട്ടെ, നമ്മൾ ഇഷ്ടപ്പെട്ടിരിക്കുമ്പോൾ എപ്പോഴും അവർ നമ്മളിൽ ഉണ്ടാക്കി തന്നിട്ടുള്ള പോസിറ്റീവ് വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ന്യൂറോൺസ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ എവിടെയെങ്കിലും നമുക്കൊരു ഫാൾട്ട് അല്ലെങ്കിൽ ഒരു തെറ്റ് അവർ ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ നെഗറ്റീവ് വശങ്ങളിൽ മാത്രമേ നമ്മുടെ ന്യൂറോണുകൾ കണക്ട് ചെയ്യും. അപ്പോൾ അന്ന് ഞാൻ ക്ഷമിച്ചു, ഇന്ന് ഞാനത് ചെയ്തു, അന്ന് അവൻ ഉദ്ദേശിച്ചതിൻ്റെ പിന്നിലും അതായിരുന്നു, പിന്നെ ഒരുപക്ഷെ അവൻ പോലും പ്രതീക്ഷിക്കാത്ത കാര്യം വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇപ്പോൾ ഈ പറഞ്ഞാണ്, നന്ദി എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് നമ്മൾ ഈ ഒരു ഇത് കിട്ടുമ്പോഴും അദ്ദേഹം ഇപ്പോൾ ഇങ്ങനൊരു സംഭവം തന്നു, അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഏതൊരു മെസ്സേജും നമ്മൾ അതിൽ നോക്കിയാൽ, അത് ഇത് മാത്രമല്ല, ഒരു കുട്ടി എന്തെങ്കിലും ഒരു ചെറിയൊരു കളിപ്പാട്ടം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ചിത്രം വരച്ചു, ആ ചിത്രം വരച്ചിങ്ങനെ നോക്കിയിട്ട് നോക്കുമ്പോൾ നമ്മൾ ആ ചിത്രത്തിലല്ലാതെ നമ്മുടെ ഈ ചുറ്റുപാടിലും അങ്ങനൊരു കാര്യമില്ല. അപ്പോൾ ആ കുട്ടിക്ക് മാത്രമേ അത് സംഭാവന ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ കണ്ണിൽ ഇങ്ങനെ കറങ്ങി നോക്കിയാൽ അതിവിടെ ഇല്ല. എന്നാൽ ആ കുട്ടിയാണ് എന്ത് ചെയ്യുന്നത്, അത്രയും സ്ഥലം കാണാനുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരു എക്സ്ട്രാ ഒരു സാധനം കൂടെ ഒരു പേപ്പറിൽ വരച്ച് തരികയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമ്മളെ കണ്ണിന് ഒരു വരെയെങ്കിലും ഒരു അറിവാ അല്ലെങ്കിൽ ഒരു ആനന്ദോ. പിന്നെ എന്തുകൊണ്ട് ഇത് സൂപ്പറാണോ അവനെ കൊള്ളടാ, അതാ ഈ വര അത് അടിപൊളിയാണോ എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ല വശം ഒന്ന് പറയുന്നതിൽ നമ്മൾ വിശക്ക് കാണിക്കുന്നത്. ഒരു കുട്ടി ഒരു പാട്ട് പാടി, അതുവരെ നിരവധി ശബ്ദങ്ങളിവിടെ ഉണ്ട്. ആ കുട്ടി ഒരു പാട്ട് പാടിണ്ടല്ലേ നമ്മുടെ കാതിൽ മറ്റൊരു ന്യൂറോണിനെ ഇവിടെ ഉണർത്താൻ പറ്റിയത്. ഒരു ശബ്ദം ഉണ്ടായത്, പഴയ പാട്ടുകളെങ്കിലും ഓർമ്മിച്ചത് അല്ലെങ്കിൽ ഒരു വരികൾ ഓർമ്മിച്ചത്. എന്തുകൊണ്ട് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തില്ല, ഒന്ന് പ്രോത്സാഹിപ്പിച്ചൂടാ? അത് അവർ ചെയ്യും കൃത്യമായിട്ട്, അത് ഇംഗ്ലീഷുകാർ ചെയ്യും. അതാണ് അവർ പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഈ ഇടയ്ക്കില്ല കുറച്ച് നാളൊക്കെ മുമ്പ് നമ്മൾ ബീച്ചിൽ നമ്മൾ വർക്കല ഇവിടെ നമ്മൾ രാവിലെ എവിടാൻ പോകും. അപ്പോൾ എന്നിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് നേരത്തെ, ഇപ്പോഴല്ല, ഒരു ഹോസ്പിറ്റലുണ്ട്, ഹോസ്പിറ്റലിൻ്റെ സൈഡിനായിട്ട് അഖിൽ സാറിന് അറിയാമല്ലോ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു പൈനാപ്പിൾ മേടിച്ചിട്ട് അവരെന്ത് തരുമോ, പൈനാപ്പിളിൻ്റെ ആ മുള്ളു വരെ അവരത് കഴിച്ചപ്പോൾ അതായത് അത്രയും നമ്മളിങ്ങനെ വൃത്തിയാക്കി കഴിച്ച്, അവരത് സെറ്റോടുകൂടി തന്നെ മേടിച്ചു, അവർ തന്നെ വൃത്തിയാക്കി. എന്നിട്ട് നമ്മൾ ഈ മുള്ളിൻ്റെ ഇതെല്ലാം കൂടെ പകുതി ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കി ഭാവം മാത്രമാണ് കഴിക്കുന്നത്. അവരെന്ത് തരുമോ, അവർ അത് കംപ്ലീറ്റ് കഴിച്ച്. അപ്പോൾ ഈ സ്റ്റാഫിന് എന്ത് ചെയ്ത്, അപ്പോൾ അവിടെ കുറേ വേസ്റ്റായി, എല്ലാം മുള്ള് കരിതരിയാക്കി അവരെല്ലാം കഴിച്ച് അത് മൊത്തം ആ മുള്ളു മൊത്തവും എന്താണ്. പക്ഷെ അപ്പോഴും അവർ തന്നെ അവരെ മോശമാണ് പറയുന്നത്. പക്ഷെ അവരെന്താണ് ചെയ്തത്, അവരാ പൈസ കൊടുത്ത് മേടിച്ച പൈസയുടെ വില മാത്രമല്ല, പ്രകൃതിയിലെ ഒരു സൃഷ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിനെ എത്രമാത്രം അവർക്ക് അതിനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയോ തിന്നാൻ പറ്റിയോ അത്രയും എന്ത് ചെയ്തു, അവരത് കഴിച്ച്. അപ്പോൾ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ടേബിളിൻ്റെ മേലിൽ മൊത്തം മോശമാക്കി. അതിനും കൂടെയാണ് പൈസ കൊടുത്തിട്ട് പോകണത്. അല്ലാതെ അവർ വലിച്ചെറിഞ്ഞെന്നല്ല, അവരത് കംപ്ലീറ്റ് ആസ്വദിച്ച് കഴിച്ചതാ, ഉപയോഗപ്പെടുത്തിയതാ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ മറ്റൊരു മൃഗമോ ചത്തു കിടന്നാൽ സ്മെല്ലായാലും ആ ഭാഗത്തോട്ട് നോക്കൂല. അവരാണെങ്കിൽ വരുന്ന വഴി അവരെല്ലാം അവിടെ കറങ്ങി ഇരിക്കും എൻ്റെ അടുത്ത്, മനസ്സിലായില്ലേ, കുടലൊക്കെ പൊട്ടിക്കിടക്കായിരിക്കും. അവരതിൻ്റെ സത്യം ഞാൻ കണ്ടിട്ടുള്ള കാര്യം പറഞ്ഞത്. അവർ കറങ്ങി ഇരുന്നിട്ട് ഇതിങ്ങനെ, കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇനി കാണണമെങ്കിൽ ലാബിലെ പിള്ളേർ പോകണം. ഇതൊക്കെ അവരത് അവിടെ വന്നൊരു ചർച്ചയെ, മനസ്സിലായി. ഇവിടെ നമ്മൾ നോക്കി കൊത്തി പിടിച്ച് എന്നാൽ അതെന്ത് ചെയ്യില്ല, എടുത്ത് മാറ്റില്ല. സ്മെല്ല് ഇഷ്ടമല്ല, അത് പഠിക്കുന്നത് ഇഷ്ടമല്ല, പക്ഷെ അവരത് ചെയ്യും. അതാണ് അതിൻ്റെ നമ്മൾ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. ഓക്കെ, സാറിൻ്റെ സംശയം ഒരുപാട് അങ്ങ് പോയി. അപ്പോൾ അടുത്ത ആരെങ്കിലും ഉണ്ട് പറയാനുണ്ടോ? മായ ടീച്ചർ. ഓക്കെ പറയൂ സാറേ, ശ്രീനി സാറേ. ഇതൊരു ശ്രീനി എന്നാണ്, നാട് തൃശ്ശൂരാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ജോർജിയയിലാണ്.
ഞാൻ ഹോളിസ്റ്റിക് തെറാപ്പിസ്റ്റ് ആണ്. ഹോളിസ്റ്റിക് തെറാപ്പിസ്റ്റ് പറയുമ്പോൾ ആയുർവേദ, യോഗ, ഹീലിംഗ്, റേക്കി, ക്രിസ്റ്റൽ ഹീലിംഗ്, പ്രാണിക് ഹീലിംഗിന്റെ അതിന്റെ അഡ്വാൻസ്ഡ് തലങ്ങൾ ഓൾമോസ്റ്റ് 18-20 പ്രോഗ്രാംസ്. പിന്നെ വാസ്തു, പിന്നെ ജ്യോത്സ്യം, കുറച്ച് താന്ത്രികമായ കാര്യങ്ങൾ. ഓൾമോസ്റ്റ് ഒരു 10-20 വർഷമായി ഞാൻ പഠിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോരുന്നു. ഇപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് മാരിയായിട്ടുള്ള ഞാൻ യോഗ വിത്ത് ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഞാൻ ക്ലയൻസ് ആയിട്ട് വരുന്ന ക്ലയൻസും ഒപ്പം തന്നെ പുതിയ പുതിയ കമ്മ്യൂണിറ്റി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കൂടുതൽ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇപ്പം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 7 വർഷമായി ഞാൻ ജോർജിയയില്. ഈ കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറെ അന്വേഷണങ്ങളാണ് എന്റെ ഭാഗത്ത് ശരികൾ ഇല്ല. അപ്പൊ എനിക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് നടന്നിട്ടാണ് ഈ കോഴ്സിലൂടെ കടന്നു പോയിട്ടുള്ളത്. ഈ ഹോളിസ്റ്റിക് തെറാപ്പിസ്റ്റ് പേര് വരാൻ കാരണം ഇതിലൂടെ ഇത് അറിയാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലൂടെയാണ് ഇത് കടന്നു പോയിട്ടുള്ളത്. പക്ഷെ അതിലൊക്കെ ജസ്റ്റ് നമ്മളിപ്പോ ഒരു കോഴ്സ് ചെയ്യുന്നു, അതിൽ നിന്ന് അങ്ങനെ കോപ്പി പേസ്റ്റ് പോലെ അവരൊന്ന് പറഞ്ഞു തരുന്നു. പക്ഷെ അതിന്റെ റൂട്ട് ഇതിൽ കിട്ടാറില്ല. എപ്പോഴും അതിന്റെ ഓരോ കോഴ്സിന്റെ ഒരു കോഴ്സ് കഴിഞ്ഞു അതിന്റെ റൂട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്ത കോഴ്സിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ എല്ലാത്തിലും മൂന്നാമത് ഒരാൾക്ക് കിട്ടിയത് ഒരു 4ാമത് ആൾ അത് എടുത്ത് വേറെ ആൾക്ക് ഷെയർ ചെയ്ത് തരും. ടീച്ചേഴ്സ് ആയിരുന്നു. ടീച്ചേഴ്സിനെ കുറ്റം പറയുന്നതല്ല, അങ്ങനെ കിട്ടിയത്. പക്ഷെ എന്റെ ഇതിൽ എനിക്ക് അന്വേഷണം അറിഞ്ഞു, എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ അങ്ങനെ പോയി വീണ്ടും ഞാൻ എപ്പോഴും ഒബ്സർവർ ആണ്, സെൻസിറ്റീവ് ആണ്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എപ്പോഴും ഞാൻ വളരെ കാര്യങ്ങൾ ഇപ്പോഴും അതിനെ ഈസി ആയിട്ട് എടുക്കില്ല, സീരിയസ് ആയിട്ട് എടുക്കും. അപ്പൊ അതിന്റെ കാരണങ്ങൾ എനിക്ക് ശരിക്കും കിട്ടാനോ അതിന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റാറില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിന്റെ ഈ ഫേസ്ബുക്കിലുള്ള റീൽ ഞാൻ കണ്ടത്. ഒരു വട്ടം കണ്ടു, ജസ്റ്റ് കണ്ടു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നെ അത് പോയി. പിന്നെ വീണ്ടും ഞാൻ ചെറുതായിട്ട് വന്നു, അപ്പോഴും കണ്ടു, എനിക്ക് പെട്ടെന്ന് അങ്ങനെ ക്ലിക്ക് ആയില്ലേ. പിന്നെ 3ാമത് വട്ടം എപ്പോഴും കണ്ടപ്പോഴാണ് ആ ഒരു കണക്ഷൻ, ആ ഒരു സയൻസ് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് എനിക്ക് തോട്ട് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് ഞാൻ പിന്നെ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി ജോയിൻ ചെയ്തതാണ്. പിന്നെ അങ്ങനെയാണ് കോഴ്സിലേക്ക് വരാൻ കാരണം ഉണ്ടായത്. പിന്നെ സാറ് എനിക്ക് പെട്ടെന്ന് ഇതില് ഈ കോഴ്സിന്റെ സാറിന് തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഈ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പൊളിച്ചടക്കുന്നത് പറഞ്ഞായിരുന്നു. അതെനിക്ക് മനസ്സിലായത് എന്റെ ഭാഗത്ത് ശരിയാണോന്ന് തെറ്റാണോ എനിക്ക് അറിയില്ല. ഈ ഗ്രൂപ്പിലത്തെ ഡിസ്കഷനാണ് ആ ശരിക്കും പൊളിച്ചടക്കുന്നത് എനിക്ക് മനസ്സിലായത്. സത്യം പറയാച്ചാ എനിക്ക് ഞാൻ തുറന്നു പറയുന്ന വ്യക്തിയാണ്, എനിക്ക് നോള് പറയാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി സ്റ്റക്കായി പോയി. കാരണം ഞാൻ നല്ലൊരു അല്ല, മീൻസ് അതിൽ പറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ കളിയാക്കലായാലും കുറ്റപ്പെടുത്തലായാലും നെഗറ്റീവ് ആയാലും അത് മുഴുവൻ കാര്യമുണ്ട്. ഞാനിപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇതിൽ പോയിട്ട് വോയിസ് ക്ലിക്ക് ആണെങ്കിൽ എന്റെ ഫുൾ ആയിട്ടുള്ള ഞാൻ മിക്ക ആൾക്കാരും ചിലർ ഹൈഡ് ചെയ്യും, ചിലർക്ക് അതിൽ നിന്ന് കുറെ മറിഞ്ഞു പോയ കാര്യങ്ങളാകുമ്പോൾ അവര് പതുക്കെ അത് ചിലപ്പോ അത് കാലങ്ങൾക്ക് ശേഷം അത് തുറന്നു പറയും. സത്യം മിക്ക കാര്യങ്ങളും ചിലത് 50-60 വയസ്സ് വരുമ്പോഴേക്കും പറയാം. പക്ഷെ അവർ കോൺഫിഡന്റും അറിവ് കൊണ്ടുള്ള ഒരു ഇത് കാരണം പറയാൻ പറ്റും. ഇതിലെല്ലാ പോയിന്റും ഒരു ഫ്ലോയില് പോയി കഴിഞ്ഞപ്പോൾ ആ ലാസ്റ്റ് കുറച്ച് മുറുക്കണ കുറച്ച് പോയിന്റുകൾ വന്നപ്പോഴാണ് ശരിക്കും അതിൽ ഞാൻ ശരിക്കും റിയലൈസ് കൊണ്ടിരുന്നതാണ്. എന്ന് വെച്ചാൽ അത് ശരിക്കും പൊളിച്ചെടുക്കുന്ന അവസ്ഥയാണ്. ശരിക്കും ഒരാൾ മനസ്സ് തുറന്ന് ഇതൊന്നും എന്താ പറയാ, നമ്മളെക്കാളും നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മള് ഇതൊന്നും ഒന്നല്ല ഒരു തുറന്നവരാണെങ്കിൽ ശരിക്കും അതില് വോയിസ് തന്നെ വരും. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എന്നെ അവിടെ പിക്ചർ ചെയ്യണ കാര്യങ്ങളാണ് ആ ഓരോ ടോപ്പിക്കും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തതുകൊണ്ട് അപ്പോഴാണ് മനസ്സിലാക്കിയത് ശരിക്കും ഈ ഒരു ഓപ്ഷനിലൂടെയാണ് പൊളിച്ചെടുക്കാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ശരിക്കും ഞാൻ അതിലൊന്നും ഞാൻ തുറന്ന് പറയുമ്പോഴാണ് വെച്ചാൽ നമ്മളൊരു കുറ്റം നമ്മൾ സമ്മതിക്കുക അല്ലെങ്കിൽ നമ്മൾ തെറ്റ് പറ്റിയത് നമ്മളൊന്ന് ജസ്റ്റ് വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ മൊത്തത്തിൽ ഒന്നോടെ മാറുന്നത്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ആ ഒരു കാര്യം എനിക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആണ് ആക്കിയത്. പിന്നെ അതുപോലെ തന്നെ അതില് പൊളിച്ചെടുക്കുന്ന കാര്യം എനിക്ക് ഇതായത് അപ്പൊ നോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സാറിന്റെ കിട്ടിയിട്ടുള്ള നോട്ടുകൾ ഞാൻ അതിനേഷം ഞാൻ സ്വയം തന്നെ ഞാൻ ഒരു ഡയറിയിൽ നോട്ട് ചെയ്യാറുണ്ട്. ഞാൻ പിന്നെ എനിക്ക് ഇതിലേറ്റവും പറയാറുള്ളത്, ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തുടക്കം അവസാനം എന്ത് പറയണം ആ ഒരു ക്ലാരിറ്റി കാര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത് അതില് വ്യക്തികളുടെ ആ വോയിസ് എന്ന് പറയുന്നത് ശരിക്കും അത് കേട്ടപ്പോഴാണ് മനസ്സിലാക്കിയത് ഇങ്ങനെ സംസാരിക്കുക അത് വലിയൊരു പോസിറ്റീവാണ്, ഒരു ഇൻസ്പിറേഷൻ ആണ് ഉണ്ടായത്. കാരണം വെച്ചാൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ സംസാരിക്കാൻ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ആശയം കൊടുക്കേണ്ടത്. ആ ഒരു ക്ലാരിറ്റി നല്ല രീതിയിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവുന്നതാണ്. ശരിക്ക് അധികം മനസ്സിന് കിട്ടാതെ കാര്യങ്ങൾ വളരെ വ്യക്തതയോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് വളരെ നമ്മൾ കേട്ടിരുന്നു പോകും. ആ ഒരു കാര്യം എനിക്ക് വളരെ ഇൻസ്പയർഡ് ആയ ഒരു കാര്യമാണ് ഈ ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ ആ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം പൊളിച്ചെടുക്കൽ. പിന്നെ ഈ ഡിസ്കഷൻ നമ്മൾ വേണ്ട കാര്യമാണ്.
അത് സത്യം പറയാച്ച എനിക്ക് അത് വേണ്ട വിധം ഉപയോഗിക്കാൻ പറ്റിയില്ല. കാരണം അത് സാറിന്റെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ സാറിന് പേഴ്സണായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഓൾറെഡി ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് എനിക്ക് ഒന്നും കൂടി ഒന്ന് റിവിഷൻ ചെയ്യണമെന്നാണ്. എന്നുവെച്ചാൽ ഈ ഒരു 3 മാസത്തെ കോഴ്സ് എനിക്ക് വീണ്ടും എനിക്ക് ഒന്നുകൂടി റിവിഷൻ ചെയ്യണം, വീണ്ടും എനിക്ക് വരണം. എന്നാലാണ് കൂടുതലും എനിക്ക് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റാറ്. ഇപ്പൊ ഒരു ഭയം. അപ്പോ എന്തൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, എന്താണ് അറിവുള്ളത്, അതിന് കൂടുതലും ഞാൻ ക്ലിയർ ചെയ്തിട്ടാണ്, ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് ഞാൻ കോഴ്സിലേക്ക് വന്നത്. എന്റെ അറിവോട് കൂടിയിട്ട് ഞാൻ എന്റെ പാസ്റ്റ് അറിവോട് കൂടിയിട്ട് വരാണെങ്കിൽ എനിക്ക് ഒരിക്കലും എനിക്ക് സാറിന് കേൾക്കാനോ അത് ഗ്രഹിക്കാനോ നോട്ട് ചെയ്യാനോ പറ്റില്ല. കാരണം ഓൾറെഡി അതിലുള്ള സ്റ്റോറേജ് കാരണം. അപ്പൊ ഞാൻ തന്നെ എന്നിൽ നിന്ന് ഉള്ള അറിവുകൾ മുഴുവനെ 0 ആക്കി. സാധാരണ ഒന്നറിയാത്ത പോലെ ഒരു വ്യക്തിയെ പോലെയാണ് ഞാൻ എപ്പോഴും ഞാൻ ഫേസ് കോഴ്സിന് ചെയ്യുന്നത്. അപ്പം ആ ഡിസ്കഷനിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ കാര്യമാണ്. അതുകൂടാതെ തന്നെ അതിന്റെ ചില വ്യക്തികളുണ്ട്. അപ്പൊ എല്ലാവരും ഭയങ്കര പ്രത്യേകതകളാണ് ആ വോയിസ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ആ വോയിസിൽ ശരിക്കും കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എന്റെ സംസാരം എന്നെ കുറിച്ച് ബോധ്യമായത്. അതിന് ഞാൻ ഒരു കമ്പാരിസൺ ചെയ്തല്ല, പക്ഷെ എനിക്കൊരു മിററിംഗ് ആയിരുന്നു അതിന്റെ എല്ലാ വ്യക്തികളുടെയും ആ ഒരു വോയിസ് എന്ന് പറയുന്നത്, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തന്നെ ഇപ്പൊ ഞാൻ നാമജപത്തിന്റെ കാര്യം സാറാലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വല്ലാതെ, കാരണം വെച്ചാൽ ഞാൻ മുമ്പ് സമയം ഇരുന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ അതിന് സമയം കണ്ടെത്തി ചെയ്യുന്ന ഒരാളായിരുന്നു നാമജപം ഏർലി മോർണിംഗ്. പക്ഷെ പിന്നെ എന്റെ വർക്ക് സ്റ്റാർട്ടിങ് ആവുന്നത് ഒരു വീട്ടിൽ നിന്ന് ഒരു 7 മണി 7 കാലം മോർണിംഗ് പോവുകയാണ്. തിരക്ക് കാരണം പിന്നീട് മാറി യാത്രകളുടെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഞാൻ നാമജപം കാര്യം ചെയ്യാറ്. പക്ഷെ എനിക്കറിയാമായിരുന്നു അത് അവസ്ഥ തിരക്കാണ്, മൈൻഡ് പല രീതിയിൽ പോകുന്നുണ്ട്, ആ ശ്രദ്ധ അതിലേക്ക് കിട്ടാറില്ല. ശ്വാസത്തിന്റെ ഗതിയും ഈ തിരക്കിന് ബഹളം കാരണം സ്വസ്ഥത ഇല്ല, കാര്യമില്ല. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്താലേ അടുത്ത സ്റ്റെപ്പ് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ട്. പക്ഷെ അതിന് സാറ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നാമജപത്തിന്റെ ഒരു കാര്യം നമ്മൾ ശരിയായ രീതിയിൽ മനസ്സ് പ്രിപ്പയർഡ് ആവണം, ശാന്തമാവണം അതിന് മുമ്പ്. അതിനുശേഷം ഒരു കാര്യം ചെയ്യണം, അല്ലാത്ത പക്ഷെ അത് നെഗറ്റീവ് ആവാം. അത് വല്ലാത്തൊരു അറിവാർന്നുകൊണ്ട് അപ്പം അത് എന്നെ പ്രത്യേക ഒരു കാര്യം, അത് ഞാൻ വളരെ ശ്രദ്ധിച്ചു. അതിലൊരു ശ്രദ്ധ ഞാൻ കൊണ്ടുവന്നു. പിന്നെ ഇതിൽ മനസ്സിന്റെ തലങ്ങളിൽ ഇത് വന്നപ്പോഴാണ് ഇങ്ങനെ മനസ്സിൽ ഒറ്റൊരു കാര്യമല്ല, പല തലങ്ങളുണ്ട്, ഇങ്ങനത്തെ രീതിയിൽ ചിന്തിക്കണം, പ്രവർത്തിക്കണം, പ്ലാൻ ചെയ്യണം. ആ കാര്യം വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ വ്യക്തമായത്. പിന്നെ ഈ ചിന്തകളുടെ മൈൻഡ് മാപ്പ് അത് വല്ലാത്ത ഒരു ഇമ്പോർട്ടന്റ് ആണ്. നല്ല വലിയ ഒരു കാര്യമാണ് മൈൻഡ് മാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇന്ന വരെ എന്താണ് കാര്യം നടക്കാത്തതും പറയുന്നതും ചെയ്യുന്നതും നടക്കാത്ത കേസ്, ആ ഒരു ഐഡിയ ഒരു ഘടനയില്ലാത്ത കാര്യമാണ്. ഈ മൈൻഡ് മാപ്പിന്റെ വന്നപ്പോഴാണ് സാറ് പൂർണ്ണമായ ഒരു രീതിയിലെ ഫോം അത് കൊണ്ടുവന്നത്. ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടതും ചിന്തകളെ ആക്കേണ്ടതും. നമ്മുടെ സംസാരമായാലും അതുപോലെ തന്നെ ചിന്തകളായാലും ആക്ഷൻ ആയാലും ഈ രൂപത്തിലാണ് മനസ്സിന്റെ ഈ ഇതിൽ കേന്ദ്രീകരിക്കുന്നുള്ളത്. വലിയൊരു അറിവാണ് ഉണ്ടാക്കിയത് മൈൻഡ് മാപ്പ്, അങ്ങനെ ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ ബാങ്കിന്റെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്കത് ഞാൻ 3 വട്ടം ട്രൈ ചെയ്യും, വീണ്ടും റിപ്പീറ്റ് പോകും. കാരണം വെച്ചാൽ ആദ്യത്തെ വട്ടം പോലെ 10,000 തുടങ്ങി 20,000 ആകുമ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി. രണ്ടാമത്തെ ദിവസം ഞാൻ തന്നെയായിരുന്നു 10,000 20,000 30,000 വലിപ്പിക്കും. അത് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ചിന്തിച്ചെടുക്കുന്ന ആളാണ് ഓർക്ക തന്നെ. ഞാൻ വീണ്ടും ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ 3ാമത്തെ വട്ടം അതുപോലെ വന്നപ്പോ നല്ല ശരിക്കും അതിനെ ആ ഗോൾഡൻ ഐഡി കണ്ട് അങ്ങനെ രീതിയിൽ വളരെ നോട്ടിനെ വളരെ ശ്രദ്ധപ്പെടുത്തി അങ്ങനെ പോകുമ്പോൾ പെട്ടെന്നായവരാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് അപ്പൊ ഈ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതുകൂടാതെ തന്നെ മൂണ്ട ഒരു ഇതുകൊണ്ട് ആ സാറെന്ന് പറഞ്ഞപ്പോ പണ്ട് ഞാൻ കൂടുതൽ അങ്ങനെ നിരീക്ഷിച്ച ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. സാർ എനിക്ക് പറഞ്ഞപ്പോഴാണ് പിന്നീട് ഓർമ്മ വന്നത്, മറന്നുപോയുണ്ട്. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോ ഇപ്പൊ ഞാനതിപ്പോ വീക്ഷണമൊക്കെ വന്നപ്പോ അതിലേക്ക് വീണ്ടും പഴയതിലേക്ക് പോയി ഞാൻ ഒരു കാര്യങ്ങൾക്ക് വന്നു. ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ടത് എന്താ വെച്ചാൽ എനിക്ക് വേണ്ടി ആദ്യം ഞാൻ സെർവ് ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം വെച്ചാൽ ഒരു ബ്രത്ത്ലെസ് ആയിട്ടുള്ള അവസ്ഥയാണ് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 ഇയർ. അപ്പോ ഒരു മടുത്ത അവസ്ഥ, ജോലി, വർക്ക്, വീട്, ഇത് മാത്രം തന്നെയായിരുന്നുള്ളൂ. സുഹൃത്തുക്കളായിട്ട് സോഷ്യൽ ആയിട്ടുള്ള യാത്ര ആക്ടിവിറ്റി കാര്യങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫ്ലോ പോയി പിന്നീട് മുറുകിയൊരു അവസ്ഥയായിരുന്നു, ശ്വാസം കിട്ടിയ ഒരു അവസ്ഥ. അപ്പൊ അതിന് റിലീഫ് വേണം എനിക്ക്. അതുകൊണ്ടാണ് ഈ കോഴ്സിലേക്ക് ഞാൻ മുഖ്യ കാരണമായിട്ട് ഇതിലേക്ക് വരാൻ കാരണം ഉണ്ടായതുണ്ട്. ഇത് വന്നതിന് ശേഷം ഞാൻ അറിയാതെ ഉള്ളിലെ ഓരോ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. എനിക്ക് ഈ അടുത്താണ് മനസ്സിലായത്. അത് എനിക്ക് തന്നെ നന്നായിട്ട് ഞാൻ ഹീലിംഗ് ചെയ്യണം, എനിക്ക് വേണ്ടി സെർവ് ചെയ്യണം, എനിക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അതിന് ശേഷം പിന്നെ എനിക്ക് എന്നാലും കൂടുതൽ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ തന്നെ ഒരു
വല്ലാത്തൊരു വിഷാദം. സാറിനെ പേഴ്സണലായിട്ട് ചെയ്യാൻ മെസ്സേജ് ഉണ്ടാകും. വല്ലാത്ത വിഷാദം, വളരെ എനർജി ലോയാണ്. അതുപോലെ തന്നെ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല. ഈവൻ സാധാരണ ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തി. ഞാൻ അങ്ങനെ ഹാപ്പി അല്ല. ഇവിടെ ഞാൻ ഏർലി മോർണിംഗ് വർക്കിൽ എത്തുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ മുഴുവൻ ലാസ്റ്റ് ഷിഫ്റ്റ് 12 മണിക്ക് കഴിഞ്ഞ് പിറ്റേ ദിവസം 6 മണിക്ക് 5 മണിക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് മോർണിംഗ് ഷിഫ്റ്റിൽ വരുമ്പോൾ അവർ എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് 2.5 വർഷത്തോളം ചോദിക്കുന്ന ആൾക്കാരാണ്. 3 വർഷത്തോളമായി ചോദിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇത്ര വലിയ എനർജി എന്നുള്ളത്. ഞാൻ അത്രത്തോളം എനർജറ്റിക് ആണ് ഈവൻ മോർണിംഗ് ആണ്. പക്ഷെ ആ ഒരു അവസ്ഥ മാറി എന്റേതാണ്. കുറച്ച് ഫാമിലി ഇഷ്യൂ കാര്യങ്ങളായിട്ട് അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്തു. എന്നെ തന്നെ മറന്നു. എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ വൈഫാണ്. വൈഫിന് തന്നെ ഇഷ്ടമല്ല എന്റെ ഈ കാര്യങ്ങൾ. കാരണം ഞാൻ എനിക്ക് എന്റെ പാറ്റേൺസ് എന്റേതായ ശൈലികൾ ചിട്ടകളുള്ള ആളാണ് ഞാൻ. അത് ഞാൻ മാറ്റി ഞാൻ അവരിലേക്ക് ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യണ കാരണം വൈഫ് എപ്പോഴും പറയാറുണ്ട്, എനിക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ശൈലികളും നിങ്ങളുടേതായ ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നോക്കി അതൊക്കെ ഇഷ്ടമല്ല നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ കേൾക്കാറില്ല. അങ്ങനെ കാര്യങ്ങളുണ്ട്. ഇത് ഓരോ സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ വളരെ ഇമ്പോർട്ടന്റ് വാല്യൂബിൾ ആയ കാര്യങ്ങളായിരുന്നു. അനാലിസിസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുപോലെ തന്നെ മനസ്സിന്റെ തലങ്ങള് ഓരോന്നും വന്നിട്ടുള്ളതാണ് മനസ്സിലായതുകൊണ്ട് അതുവഴി തന്നെ ചില ബന്ധങ്ങൾ ഞാൻ എന്റെ രീതിയിൽ തന്നെ കയ്പാക്കിയിട്ടും ഇഗ്നോർ ചെയ്ത സംഭവങ്ങള് ഞാൻ തന്നെ ഇന്ന് പോലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് ഞാൻ അവിടെ ഗ്യാപ്പായിരുന്നു. എനിക്കങ്ങനെ തോന്നി, ഇത് ഈ തോന്നൽ എനിക്ക് പണ്ടുണ്ടായത് റേക്കിലായിരുന്നു. റേക്കി ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്ത സമയത്ത് അത് ജസ്റ്റ് ഉൾവിളിയായിരുന്നു. എന്തിനും ഞാൻ ആൾക്കാരെ മുന്നാതിരിക്കണം, എന്തിനും ദേഷ്യപ്പിക്കണം. അന്ന് ഞാൻ എന്റെ സാറിന്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ ആൾക്ക് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ റേക്കി ചെയ്തപ്പോ എനിക്കൊരു അറിവുണ്ടായി. എന്തിനും ഞാൻ കുറെ പേരെ അനാവശ്യമായിട്ട് എനിക്ക് ആരും ഒന്നും ദേഷ്യപ്പെട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവരും ചെയ്തിട്ടില്ല. പക്ഷെ മറ്റുള്ളവരോ പറഞ്ഞ് അവരോട് എനിക്ക് വ്യക്തിപരമായിട്ട് വെറുപ്പ് ദേഷ്യമായിരുന്നു. അതെന്തിനും ഞാൻ കൊണ്ടു നടക്കണം, അതിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു റേക്കി സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സാറിന് ഞാൻ അതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പ് ഞാൻ റേക്കി പഠിച്ച സമയത്താണ്. അപ്പൊ അതേ സംഭവമാണ് എനിക്ക് ഉണ്ടായതുകൊണ്ട് എന്തിനും ഞാൻ വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് ഇങ്ങനെ ശത്രുത കൊണ്ടു നടക്കണം, ദേഷ്യം വെറുപ്പ്. എനിക്ക് അവര് നേരിട്ടൊന്നും എനിക്ക് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ മറ്റുള്ള വ്യക്തികൾ വഴിയാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ തിരിച്ചറിവ് വന്നിട്ട് ഞാൻ ഈ സാറിന്റെ ഈ കോഴ്സ് ഒരു ഹീലിംഗ് കാരണം, സത്യം ഒരു മെഡിസിൻ ആണ്. ഈ കാരണം തന്നെ എന്റെ ഇതായിട്ട് ഞാൻ അതിൽ നിന്ന് മാറ്റം വരുത്തി. ഞാൻ ഓൾമോസ്റ്റ് 1.5 വർഷമായിട്ടുള്ള ചില ബന്ധങ്ങളുണ്ടായിരുന്നു. 1 വർഷം എന്ന് പറയാം. അതിന് മാറ്റം വരുത്തി അങ്ങനെ. അപ്പൊ ആ ഒരു ഗുണമുണ്ടായി. പിന്നെ ഇപ്പൊ കിട്ടിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ എന്നും നാമജപിക്കുമ്പോ എന്താ കുറെ സംസ്കൃതങ്ങളാണ് മിക്കതും. ചിലർക്ക് അർത്ഥങ്ങളെ ചിലതൊന്നും അർത്ഥങ്ങളെ വായിച്ചു പോകുന്നതാണ്. അപ്പൊ ഞാൻ വായിച്ചു പോയിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇതിന്റെ അർത്ഥം അറിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ സംസ്കൃതം ചൊല്ലിയിട്ട് കാര്യമില്ല. കുറച്ച് ശ്ലോകങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ കുറച്ച് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ സാറിന്റെ ഇപ്പൊ ഇന്നലെ കിട്ടിയിട്ടുള്ള ഈ പോസ്റ്റുകളിലും അതുപോലെ തന്നെ തുടക്കം തൊട്ടിട്ട് ഈ എനർജി കാര്യങ്ങള് അവിടെ തൊട്ടിട്ട് ഇന്നലെ വരെയുള്ള എല്ലാ സ്റ്റോറികളും കാര്യങ്ങളും ഗാലറിയിൽ മൊത്തം കിടക്കുന്നുണ്ട്. അതിന് മൊത്തം ഞാൻ ഫോൾഡർ ആക്കിയിട്ട് ഈ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ബ്രേക്കുള്ള സമയത്തും ഞാനത് ഞാൻ ഫുള്ളായിട്ട് 0ലേക്ക് പോകും. ആൾക്കാരുടെ തുടക്കത്തിലുള്ള പോസ്റ്റ് പോയിട്ട് അവസാനം വരെ അതിലുള്ള സമയങ്ങൾ നോക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയാ, ഒരു വട്ടം നമ്മള് സാറിന്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ കഴിഞ്ഞു. പിന്നെ മൈൻഡിലേക്ക് തരില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ദിവസം ഒന്ന് പൊടി തട്ടുമ്പോഴാണ്, ഇടയ്ക്ക് റീഡ് ചെയ്യുമ്പോഴാണ് മൈൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി അന്ന് ചാർജ് ആവും. നമ്മൾ ഒരു വട്ടം ചാർജ് ചെയ്ത് ഒന്ന് ലോ ആവുമ്പോ ഒരു ചാർജ് ആവും. അപ്പൊ അത് ഒരു ഉച്ചയ്ക്ക് വൈകിട്ട് യാത്ര ചെയ്യുമ്പോൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ ഞാൻ അത് നോക്കാറുണ്ട് ഞാൻ. അപ്പൊ അതെന്നെ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും, മൈൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കും, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സാറ് നേരത്തെ പറഞ്ഞൊരു പോയിന്റില് നമ്മൾ അറിഞ്ഞിരിക്കുന്ന, ഇനിയിപ്പോ സാറ് ഇപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മള് ക്ലിയർ, അതായത് നിലവില് സാർ ഇനി ഒന്ന് നല്ലതുപോലെ ക്ലിയർ ആയതിനു ശേഷം കൂടുതൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നത്, അങ്ങനെ വിചാരിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഓൾറെഡി ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാത്രമേ അവിടെ നമ്മൾ ഈ കാര്യം പ്രാക്ടിക്കൽ സെക്ഷനിൽ ആവുള്ളൂ. അതായത് നമ്മളെ ഈ നമ്മൾ ഈ നോളജ് നമ്മൾ ബ്രെയിനിൽ പഠിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്ത് മാറുകയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ സാർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വന്ന ഒരാളാണ്, മനസ്സിലല്ലേ? അപ്പൊ അതിന്റെ കൂടെ ഒരു ചെറിയൊരു കാര്യം കൂടിയാണിത്. അപ്പൊ ഇതിനെയും കൂടി കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എവിടെയൊക്കെ ഫാൾട്ട് ഉണ്ടാവും അവിടെയൊക്കെ ഞാൻ പറഞ്ഞു. ഇതിപ്പോ 8ാമത്തെ ഗ്രൂപ്പാണ്, പെയ്ഡ് ഗ്രൂപ്പ്. അതിനു മുമ്പ് ഞാൻ ഒരുപാട് ഗ്രൂപ്പുകൾ ചെയ്തു. ആ ഗ്രൂപ്പുകൾ ചെയ്ത് വന്നുകൊണ്ടാണ് കോഴ്സ് തിരിഞ്ഞത്. കോഴ്സ് തിരിച്ചിട്ട് ഞാൻ ചെയ്തതല്ല.
ഇത്. മനസ്സിലല്ലേ? അത് എനിക്ക് തന്നെ പ്രാക്ടീസ് സെക്ഷനിൽ എൻ്റെ പഴയ ബാച്ചിൽ നിന്ന് പ്രാക്ടീസ് സെക്ഷനിലോട്ട് അത് 2 സ്റ്റെപ്പ് കഴിഞ്ഞ് ബ്ലോക്കായ ടീമുകാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ പിന്നെ ഇന്നത്തെ 8ാമത്തെ ബാച്ചിന് കൊടുത്തിരിക്കുന്നത് 7ാമത്തെ ബാച്ചിനോ 6ാമത്തെ ബാച്ചിന് കൊടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ചില കാര്യങ്ങളോട് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഓരോ സ്റ്റെപ്പിലാണ് ആവുന്നത്. അല്ലാതെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് അതിൽ മൊത്തം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് എന്ന് വിചാരിക്കരുത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ഇതിലൂടെ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മെഡിസിനാണ് മറ്റുള്ളവർക്ക് ക്ലാസ് ചെയ്യുകയോ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അത് ചെയ്തില്ലെങ്കിൽ നമ്മളെ മൈൻഡ് സെറ്റ് എല്ലാം മാറും. ഒരാഴ്ച നമ്മളിത് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾക്ക് പോലെ ഡെവലപ്പ് ആയിരിക്കും, ഞാൻ ചിലപ്പോൾ ഏറ്റവും ലോക്കലായിരിക്കും. എല്ലാം മൈൻഡ് സെറ്റ് പൊളിഞ്ഞു പോകും. മനസ്സിലായില്ലേ? അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മള് പറഞ്ഞ വളരെ പോയിന്റ് ആണ്. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും നാള് മുമ്പ് പഠിച്ച കോഴ്സുകള് ഇവിടെ വന്നിട്ട് എനിക്ക് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ വർക്കുന്ന സ്ഥലത്ത് യോഗ പിന്നെ കൺസൾട്ടേഷൻ ആയുർവേദ ഹീലിംഗ് തെറാപ്പിയാണ്. അപ്പൊ ഇത്രയും നാൾ എനിക്ക് തന്നെ പഠിച്ചത് തന്നെ എന്താ പറയാ ഒരു പൊടി പിടിച്ചൊരു അവസ്ഥയായി. അപ്പൊ ഞാൻ പിന്നെ അത് ബെനിഫിറ്റ് രീതിയിലൊന്നും നോക്കാറില്ല. അങ്ങനത്തെ രീതിയിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അപ്പോഴാണ് ഞാൻ കൂടുതൽ എനിക്ക് സന്തോഷം വന്നിട്ടുള്ളതും പഠിച്ച കാര്യങ്ങൾ ഒരു പടി എനിക്ക് കൂടുതലാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും നാൾ ഓൾമോസ്റ്റ് 6 വർഷത്തോളം സ്റ്റോറി അങ്ങനെയാണ്. സാർ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ അതങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇനി ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കണ്ട. അതൊക്കെ ഭയങ്കര പെർഫെക്ഷനായിട്ട് ചിന്തിക്കുന്നവർ പറയാണ് പെർഫെക്ഷനാണ് മനുഷ്യൻ്റെ നല്ലൊരു ആയുസ് നല്ലൊരു ടൈം ഇല്ലാതാക്കണത്. ചെയ്തേ പെർഫെക്ഷൻ ആവുള്ളൂ. ഇപ്പോൾ മാഷ് ഓൾറെഡി ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നതുകൊണ്ട് അതുമായി ചെയ്യാൻ നല്ല ഒരു ഇതുണ്ട്. അത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ അറിയുകയും ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാറിന് ഇത്രയും ഫ്രീ ആയി പറയാൻ പറ്റിയതാണ് എനിക്ക് തോന്നുന്നത് സാറിൻ്റെ ഏറ്റവും വലിയ വിജയം. മനസ്സിലായില്ലേ? അതായത് ആ ഒരു ചിലരിപ്പോൾ ചെയ്തു ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഈഗോ വരാതെ പറയാൻ പറ്റിയതാണ് സാറിൻ്റെ ഏറ്റവും വലിയ വിജയം. പക്ഷേ ഒരു കാര്യം കൂടെ പറയാം, അത് നമ്മളുടെ അതിന് ആ ഒരു തലത്തിൽ നിന്ന് താഴോട്ടും പോകരുത്. നമ്മളെ തലച്ചു പറയുന്നത് നമുക്ക് ഡൗട്ടാവും. പിന്നെ മനസ്സിലായില്ലേ? അത് നമ്മൾ ഇപ്പോൾ ഒരു കോഴ്സിനകത്ത് പങ്കുവയ്ക്കുമ്പോഴത്തേക്ക് ആ സംഭവങ്ങൾ അതിനകത്ത് ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞാണ് ഇപ്പോൾ അത് കാരണം അവിടെയാണ് കൃത്യമായിട്ട് ഇവിടെ നിന്ന് പറക്കി എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിൽ നിന്ന് പറക്കി എടുക്കുന്നുകൊണ്ടാണ് സാറിന് അത്ര ഫ്രീ ആയി പറയാൻ പറ്റുന്നത്. പക്ഷെ അത് നല്ലൊരു എളിമയാണ്. നമ്മൾ അടുത്ത് വരുന്ന ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സോദിയച്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല പരുന്ത് പറക്കുന്ന ആകാശത്ത് തുമ്പിക്കും പറക്കാളം സുഭാഷ എന്ന് പറഞ്ഞ ആ ആള് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. ആ ആള് ഞാനിരിക്കുന്ന ഞാനിവിടെ ഇരിക്കുമ്പോൾ ആ ആളന്ന് പിന്നെ ഫിലോസഫി MA ഫിലോസഫി എടുത്ത ആളാണ്. മനസ്സിലായില്ലേ? ഞാൻ കൊച്ചുമാണ്. പക്ഷേ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഞാൻ എത്ര സാധുവായിട്ടും അല്ലെങ്കിൽ പാവത്തിലും അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുമോ അതിനേക്കാൾ താഴെ റേഞ്ചിലായിരിക്കും ആ വ്യക്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പവറുണ്ട്. അതേസമയം അദ്ദേഹത്തിനെ കാണാൻ വരുന്ന വലിയ വലിയ കക്ഷികളാണ്. അവിടെ നിൽക്കുന്ന പുള്ളി വേറെ ലെവലിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇടപെടൽ നമ്മളെ മാറ്റിയെടുക്കാനും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള മനസ്സ് അതാണെന്നുള്ളതാണ്. മനുഷ്യനായിട്ട് കാണാനും കൂടി അവർക്ക് അറിയാവുന്നതാണ്. അപ്പം നല്ല മുന്നോട്ട് പോട്ടെ. ഒരു കാരണവശാലും പിറകിലേക്ക് വേണ്ട. നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് നിങ്ങളുടെ പ്രൊഫഷണലിൽ ഡെവലപ്പ് ആകുക എന്നുള്ളതാണ് ഈ കോഴ്സിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ ഇതുള്ള. അത് ഇവിടെ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളെ എങ്ങനെയൊക്കെ അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുമോ, ന്യൂറോണിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ കണക്ട് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അടുത്ത സ്റ്റെപ്പുകളും കൂടി അതിനുള്ളത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത താങ്ക് യു സാറേ. താങ്ക് യു. പറയൂ സാറേ. കൊല്ലം അഞ്ചലാണ് താമസം. ആട്ടോ ഫീൽഡിലാണ് നമ്മുടെ വർക്ക്. പിന്നെ സാറിന്റെ കുട്ടികൾക്കെടുത്ത് മെമ്മറി ക്ലാസ് തൊട്ട് നമ്മളുണ്ട്. പക്ഷെ എന്തോ നമുക്ക് നമ്മുടെ ഇതുകൊണ്ടായിരിക്കാം ഒന്നും നമ്മൾ ഇതാവില്ല. നമ്മൾ ഇതിനെല്ലാം പുറകോട്ടാണ്. ഈ മൊബൈലിൽ തന്നെ നമുക്ക് പുറകോട്ടാണ്.
അത് കറക്റ്റ് വർക്ക് ചെയ്യാനും എടുക്കാനുള്ള ഈ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഈ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാനും എടുക്കാനും ഒന്നും ഒക്കാത്തത് വരുന്നത്. അതുകൊണ്ട് എന്തായാലും കൂടെ ഉണ്ട്, സാറിന്റെ കൂടെ ഉണ്ട്. മെമ്മറി കൺസെപ്റ്റ്, അത് കഴിഞ്ഞിട്ട് TA സൈക്കോളജി, പിന്നെ ഈ 5ാം ബാച്ച്, പിന്നെ ഇപ്പൊ 6ാം ബാച്ച് ഇതിന് പോവാണ്. എല്ലാ ക്ലാസ്സിലും ഉണ്ട്, എല്ലാ ലൈവില് വരികയും ചെയ്യും. എല്ലാ ക്ലാസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ സംഭവം എനിക്ക് ആ കൂടെ ഒന്നും ക്ലിക്കായി പറയാനൊക്കുന്നില്ല. അതാണ് എന്റെ ഒരു വിഷയം. ഓക്കെ. TA സൈക്കോളജി 21 ദിവസത്തെ ക്ലാസ്സിലൊക്കെ മാഷുണ്ടായിരുന്നു. അത് പക്ഷെ അതില് ഭയങ്കരമായിട്ട് റിസൾട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു കേട്ടോ. പക്ഷെ ഇത് എന്തോ പറ്റിയെന്ന് അറിയാൻ വയ്യ. അത് ഇത് കണ്ടു വരുമ്പോഴത്തേന് നോട്ട്സ് മുമ്പേ പോവുക. എല്ലാം പതിയെ കൊണ്ടാണ് കാണുന്നത്. പതിയെ കൊണ്ട് കാണിച്ചു. ഓക്കെ. ഇനിയുള്ളത് സാറിനുള്ള ഏരിയയാണ്, പ്രാക്ടീസ് ആണ്. ഓക്കെ. മോർണിംഗ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് കറക്റ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണക്ട് ചെയ്തണം. പിന്നെ ഈ ടെക്നിക്ക് ഈ മൊബൈലിൽ തന്നെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി മക്കളാരെങ്കിലും വേണം, അങ്ങനെയുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും എല്ലാ ദിവസവും വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബാക്കിയുള്ള ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാ ദിവസവും നമ്മുടെ സാറ് ഇതിനകത്ത് ജോയിൻ ചെയ്യും. ക്യാമറ ഓഫ് ചെയ്തൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് അത് വൺ ഡേ. അതായത് ഞാൻ ഈ 10x മൈൻഡ് പവർ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്കും സാറിൻ്റെ ഭാഗത്തുനിന്ന് പിള്ളേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് TA സൈക്കോളജി 21 കോഴ്സ് ഞാൻ ഒരുപാട് കോഴ്സ് നടത്തിയിട്ടുണ്ട്. ഒക്കെ അത് എനിക്കൊന്ന് 2022 23 ആയില്ല. ആ ടൈമിൽ സാറ് എൻ്റെ 2 കോഴ്സിൽ സാർ ഉണ്ടായിരുന്നു. അത് മകനാണോ സാറേ? മൂത്ത മകനാണെന്നുണ്ടായിരുന്നോ ഒരു ബാച്ചിൽ? ഇളയതായിരുന്നു അല്ലേ? ആരോ ഒരാളുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പ്രാക്ടീസ് സെക്ഷൻ സാറിന് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. ശരി. അടുത്ത ആരെങ്കിലും നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാൽ നിർത്താം. നാളെ രാവിലെ തൊട്ട് നോട്ട് കാണും, അതൊന്ന് ഫോളോ ചെയ്തുള്ള. നമുക്ക് എല്ലാ ദിവസവും ഇനി പ്രാക്ടീസ് ആണ് കേട്ടോ. സമയമുണ്ടോ സാറേ? പറയൂ സാറേ. ഓക്കെ സാറേ, എൻ്റെ പേര് ബാബുരാജ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. പക്ഷെ ഇപ്പൊ താമസിക്കുന്നത് എറണാകുളത്താണ്. ഇവിടെ എറണാകുളത്തൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യാണ്. അപ്പം കുട്ടിക്കാലം മുതലേ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ കാര്യങ്ങളാണ് കൂടുതൽ ആദ്യം പഠിച്ചത്. അപ്പൊ അതിന്റെ ഒന്നും പരിപൂർണമായിട്ടുള്ള അർത്ഥം അറിയാതെ ഈ നേരത്തെ മറ്റേ ഒരു സാറ് പറഞ്ഞതുപോലെ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങൾ കാണാതെ പഠിച്ചു. പക്ഷെ പരിപൂർണമായിട്ട് ഇപ്പൊ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം ഇങ്ങനെയുള്ള കടിച്ചാ പൊട്ടാത്ത വിഷയങ്ങളായിരുന്നു അന്നൊക്കെ പഠിച്ചത്. പക്ഷെ പിന്നീട് എപ്പോഴോ, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഒരു അധ്യാപകന്റെ ഒരു ഉപദേശം കിട്ടി. നമ്മൾ പ്രകൃതിയെ കൂടി നിരീക്ഷിക്കണം. ലോകമേ തറവാട്, നമുക്ക് ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എന്ന് ഏതോ ഒരു കവിയുടെ വാചകങ്ങൾ ഉദ്ധരിച്ചിട്ട്, കവിതാ വരികൾ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ പ്രകൃതിയെ കൂടി നിരീക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് കിട്ടിയ ഒരു മോട്ടിവേഷനാണ് കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിലേക്കും കൂടി നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടയായതും. പതുക്കെ ഓരോരോ പുതിയ കാര്യങ്ങൾ നിരീക്ഷിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി. ഇപ്പോൾ ഈ അവസാനം ഈ ക്ലാസ്സിലും വന്ന് നിൽക്കുന്നു. പക്ഷെ ഇതിന് ശേഷമുള്ള വലിയ ലെവലിലുള്ള ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും അറ്റൻഡ് ചെയ്തു. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ ഒരു താരതമ്യേന ചെറുതാണെന്ന് നമുക്ക് തോന്നിയേക്കാമെങ്കിലും ഈ ഒരു ബേസിക് നോളജ് ആ പോയ PhDയുടെ ക്ലാസ്സിലൊന്നും കിട്ടിയില്ല. അതാണ് ഈ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല, മനുഷ്യനെന്ന ആ ഒരു ജീവിയുടെ ആ ഒരു മാസ്മരികമായ ഒരു അവസ്ഥ അത് തിരിച്ചറിയുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ കൂടിയാണ്. കാരണം നമുക്കുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കഴിവുകൾ, അത് സത്യത്തില് വല്ലാത്തൊരു അനുഭൂതിയാണ് ഓരോ സ്റ്റെപ്പിലും നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ അറിയുമ്പോഴും നമ്മളിൽ ഉളവാകുന്നത്. ഇപ്പൊ നമ്മുടെ ഈ കഴിവുകളില്ലാത്ത എത്രയോ ജീവികളും അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെയുള്ള മനുഷ്യരും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് സ്വപ്നം കാണാനുള്ള കഴിവുണ്ട്. എന്നാൽ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഉറുമ്പുകൾക്ക് സ്വപ്നം കാണാൻ കഴിവില്ല. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു ഉത്തരം, അതിന് വിശ്രമമില്ല. അത് 24 മണിക്കൂർ ഇങ്ങനെ തെക്ക് വടക്കാൻ നടക്കുന്നത് കൊണ്ട് അതിനൊരു സ്ഥലത്ത് ഒന്ന് വെറുതെ റെസ്റ്റ് ചെയ്തിരിക്കാനോ ഇങ്ങനെ കാര്യങ്ങൾ ചിന്തിക്കാനോ
സ്വപ്നം കാണാനുള്ള സമയം കിട്ടാറില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എത്തിച്ചേർന്നത്. അതുപോലെ നമ്മളെല്ലാം വർഷാവർഷം ജന്മദിനം ആഘോഷിക്കാറുണ്ട്. എന്നാൽ ചിത്രശലഭങ്ങൾക്ക് വെറും 47 ദിവസം മാത്രമേ ആയുസുള്ളൂ. അവർ ഈ പറഞ്ഞതുപോലെ നമ്മളെപ്പോലെ ജന്മദിനം ആഘോഷിക്കാനോ കേക്ക് മുറിക്കാനോ അവരുടെ ലോകത്ത് അങ്ങനൊരു സംവിധാനം ഇല്ല. അതുപോലെ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എന്തെല്ലാം വ്യത്യാസങ്ങൾ മറ്റുള്ള ജീവികളിൽ നിന്ന് മനുഷ്യനെ വിഭിന്നമാകുന്നു. ഉദാഹരണത്തിന് നിസ്സാരമായ ഒച്ചുകൾ 3 വർഷത്തോളം, ഒച്ചുകൾ സ്നേഹിസ് എന്ന് പറയും, ഒച്ചുകൾ 3 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങും. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ഇതെല്ലാം ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ദൈവത്തിന് എന്തോ ഒരു പദ്ധതി, ഒരു പ്ലാൻ മനുഷ്യൻ എന്ന ഈ രൂപത്തില് ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രവർത്തനമാണ് നമ്മളിൽ നടത്തുന്നതും. അതുപോലെ നിയോകോർട്ടക്സ് ബ്രെയിൻ നമുക്ക് ഉള്ളതും, അതുപോലെ ഈ പറഞ്ഞ ബോധമനസ്സിന് 5 തലങ്ങൾ, കോസ്മിക് തലങ്ങൾ, ഇതൊക്കെ നമുക്ക് തന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതും അതിനു വേണ്ടിയാണ് എന്നാണ് എൻ്റെ ഒരു അനുമാനം. അത് കാരണം ഇതെല്ലാം പഠിച്ചു വരുമ്പോൾ എനിക്ക് ചെറിയ കാര്യങ്ങൾ തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ ഒരു പ്രതികരിക്കണം എന്നൊരു ശീലവും എൻ്റെ സ്വാഭാവികമായിട്ട് ഉടലെടുത്തു. അതിന്റെ കഴിഞ്ഞ ദിവസം ഒരു സാർ ഇതിൽ പറഞ്ഞു 2 കളറുകൾ കൂടിയപ്പോൾ ഇന്ന കളർ കിട്ടി. പക്ഷെ എന്റെ മനസ്സ് തന്നെ അത് അയ്യോ അത് തെറ്റാണല്ലോ എന്ന് തന്നെ അത് വേദനിപ്പിച്ചു. ഞാൻ ഉടനെ പറഞ്ഞു ആ കളറുകൾ കൂട്ടിയ ഒരു കാരണവശാലും ഇന്ന കളർ കിട്ടൂല, ഇന്ന കളറേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് സത്യത്തിൽ അദ്ദേഹത്തെ വേദനിപ്പിക്കാനല്ല, എന്റെ മനസ്സിൽ എന്തോ ഈ പാവയ്ക്ക കടിച്ചത് മാതിരി കയ്പ് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ എന്റെ അഭിപ്രായം പറഞ്ഞു. ഇനി പറഞ്ഞു വന്നത് നമ്മള് ഇങ്ങനെയുള്ള ഈ ഒരു മൂല്യമായ മനുഷ്യജന്മം കിട്ടിയപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കാതെ ഇങ്ങനെയുള്ള സമൂഹത്തിന് നന്മ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാനും, തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ അറിയുമെന്ന് പഴയ ആൾക്കാർ പറയുന്നത് പോലെ ഈ ഉള്ള സമയത്ത് ഈ ബോധം നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്തെങ്കിലും നമ്മൾ കൂടുതൽ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനും, കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന വസ്തുവിനെ നോക്കാൻ പറ്റാതെ പുറത്തേക്ക് തിരിഞ്ഞാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ആരെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കണം. പക്ഷെ ഉള്ളിലേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം പുറത്തേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അന്വേഷിക്കുന്നതെല്ലാം പുറത്താ, അമ്പലത്തിലും പള്ളിയിലും അല്ലെങ്കിൽ അതുപോലെയുള്ള പുസ്തകങ്ങളിലും മന്ത്രങ്ങളിലും ഒക്കെയാണ്. പക്ഷെ എപ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചറിഞ്ഞ ആ സച്ചിദാനന്ദ സ്വരൂപത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇതുപോലെയുള്ള പാഠങ്ങൾ, നല്ല പാഠങ്ങൾ പഠിക്കുക, ആരെന്ന് തിരിച്ചറിയുക, ഒപ്പം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ ആ വാക്ക് ഒരിക്കലും മറക്കരുത്. നേരത്തെ നന്ദിയുടെ കാര്യം പറഞ്ഞതാണ് നന്ദി. അത് സത്യത്തില് ഏതൊരു കാര്യത്തിലായാലും നമ്മൾ മനസ്സുകൊണ്ട് ആയാലും ശരി, അല്ലെങ്കിൽ വൈഖരി സംസാരിച്ചുകൊണ്ടായാലും ശരി, നമ്മൾ ആ നന്ദിയുള്ളവരായിരിക്കുക. ചുറ്റുപാടിനോടും സമൂഹത്തോടും എല്ലാ സഹജീവികളോടും നന്ദിയുള്ളവരായിരിക്കുക. ഒപ്പം കുടുംബത്തോടും ദൈവങ്ങളോടും കുടുംബാംഗങ്ങളോടും എല്ലാവരും. ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ബ്രദർ. ഓക്കെ, താങ്ക് യു. അടുത്ത അടുത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അനുഭവങ്ങള്. എന്റെ പേര് ബോസ്, സ്ഥലം കവലിയിലാണ്, ട്രിവാൻഡ്രം ജില്ലയില്. സുഭാഷ് സാറിന്റെ വീടിന്റെ അടുത്ത് തന്നെ. ഞാനിപ്പോ ഇരിക്കുന്നത് സുഭാഷ് സാറിന്റെ വീട്ടിലാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് മൊബൈലില് ഇതിന്റെ നെറ്റ് കുറഞ്ഞുകൊണ്ട് വൈഫൈ കിട്ടും, അങ്ങനെയാണ് എനിക്ക്. പിന്നെ എന്റെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോഴേ, ഞാന് കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്നു. അതിന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതില് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞിട്ടുള്ള പോലെയൊക്കെ ഞാൻ നല്ല രീതിയിൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ആളാണ്. ഇതൊക്കെ എനിക്ക് എന്റെ ഒരു അനുഭവത്തില് ഞാന് സാധാരണ ഒരു ഉറക്കം ഉറങ്ങിയപ്പോ നമ്മള് സാധാരണ സ്വപ്നം കാണുന്നതൊക്കെ നമ്മള് ഒരു സ്വപ്നം കാണാറുണ്ട്, എല്ലാരും കാണാറുണ്ട്. പക്ഷെ ഞാനിപ്പോഴും എന്റെ ഇതില് ഞാൻ ഈ ഒരു സ്വപ്നത്തിൽ നിന്നിട്ട് അതിനകത്ത് നിന്നിട്ട് അടുത്ത സ്വപ്നത്തിലാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇതിന് ഈ മെഡിറ്റേഷൻ ഇതുപോലുള്ള പ്രാക്ടീസും ചെയ്ത് അതിനുശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള എന്റെ അനുഭവമാണ്. അപ്പൊ അത് ഞാൻ എല്ലാവരോടും ഒന്ന് അതിനെ കുറിച്ച് നോക്കിക്കുന്നതാണ്. അതെന്തോ അത് സാധാരണ ഇതിന് മുന്നായിട്ടൊക്കെ ഞാൻ സ്വപ്നം കാണും, തിരിച്ച് നമ്മുടെ മൈൻഡിൽ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നത് ഒരു സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിൽ അത് നിന്നിട്ട് അടുത്ത സ്വപ്നം കാണിക്കും.
അപ്പൊ എനിക്ക് അവിടെ തിരിച്ച് എന്റെ ഈ കറക്റ്റ് മൈൻഡ് വരണമെങ്കിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇനി എത്താൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എന്താണെന്ന് ഇതിന് ശേഷമാണ് അത് തോന്നി തുടങ്ങിയത്. അത് എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു പ്രാക്ടീസിലോട്ട് കടന്നു പോകുമ്പോൾ. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാറില്ല. എല്ലാം കുറച്ചൊക്കെ ചെയ്ത് പഴകി വെച്ചിട്ടൊക്കെ അതിനെ പോകും. പക്ഷെ അത് ഇപ്പോഴെനിക്ക് വീണ്ടും എനിക്ക് എന്ത് ചെയ്യുന്നു എല്ലാം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഒരു ഉറച്ച ഒരു സംഭവങ്ങള് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലാസ് അനുഭവമുണ്ട്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാം. എല്ലാവർക്കും ചെറിയ പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സമയം നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടോ പറയാൻ? സാർ എന്റെ പേര് മധു. പറയൂ സാറേ. മാവേലിക്കര. പറയൂ സാറേ. മാവേലിക്കര എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് ആ സാറേ. പിന്നെ എന്റെ ജോലി എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഇതിനകത്തിൽ ഈ കോഴ്സിനകത്തിൽ വരാൻ കാരണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തില് പലതിനോടും ദേഷ്യവും വെറുപ്പും ഒന്നിനും ഒരു തൃപ്തിയില്ലായ്മയും ഒക്കെ എൻ്റെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനിത് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം എപ്പോഴും ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ജീവിച്ചത്. എന്നാൽ കൃഷിയുണ്ട്, കാര്യങ്ങളുണ്ട്, സാമ്പത്തികവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും ശരി തന്നെ ജീവിതത്തിന് എന്തോ ഒരു തൃപ്തിയില്ലായ്മയാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഇതിനൊരു സൊല്യൂഷൻ കാണുക എന്നുള്ളത് ഞാനിങ്ങനെ പലയിടത്തും അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ മെന്റർമാരും ഇതുപോലെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അവരോട് ചോദിച്ചു, അവരുടെ വിശദീകരണങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര തൃപ്തിയില്ലായ്മ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിന്റെ മൊബൈലിൽ കൂടി വരികയും അത് കാണുവാൻ ഇടയാകുകയും ചെയ്തു. അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുകയാണ് ദൈവമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ അന്ന് തന്നെ വിളിക്കുന്നു. അപ്പൊ കാര്യങ്ങൾ പറയുന്നു. പക്ഷെ 5ാമത്തെ ബാച്ചിലാണ് ഞാൻ വന്നത്. അത് ഇടയ്ക്ക് സ്റ്റക്കായി പോയി. പക്ഷെ ഇന്ന് ആ ഒരു നിമിത്തം ഇന്ന് ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സ്വയം എൻ്റെ വീട്ടിലുള്ളവർക്കായിട്ട് തന്നെ അതെല്ലാവർക്കും അത് അനുഭവപ്പെട്ടു തുടങ്ങിയ ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരു മാസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മള് ഈ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നമ്മൾ ഞാൻ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. വരാനെന്ന് പറയുമ്പോൾ രാവിലെ നമ്മുടെ ആ പ്രൊഫഷനുമായിട്ട് പോകുന്നത് കൊണ്ട് നമുക്കത് എപ്പോഴും കാണും. പിന്നെ വൈകിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മളിത് കാണുക. അപ്പോഴത് ഒന്നും ചെയ്യാനൊക്കാത്ത ഒരു അവസ്ഥയുമാണ്. അങ്ങനെയാണ് എനിക്ക് അതിനകത്തിൽ കൂടുതലും അതിന് പല കാരണങ്ങൾ കണ്ടെത്തണ്ട. സാറിന് ഏത് പാതിരാത്രിയും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ അത് കുഴപ്പമില്ല. അല്ല പിന്നെ ക്ലാസ് ആയി പിന്നെ അത് വായിച്ചു വരുമ്പോഴത്തേക്കിന് പിന്നെ അത് ക്ലാസ് ആയി. അത് തന്നെ. അല്ല, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഇടാന്ന് ഞാൻ പറയണത്. കാരണം അങ്ങനെ കാരണം എനിക്കറിയാം മധു സാറ് 5ാമത്തെ അല്ല 4ാമത്തെ ഗ്രൂപ്പിൽ വന്നതാണ്. അപ്പൊ അത്ര നമ്മൾ നല്ല ബന്ധമുണ്ട്. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യുന്ന ആളല്ല, എനിക്കറിയാം. പക്ഷെ പൊതുവെ അന്നും അഭിപ്രായം പറയുന്നതിൽ നിന്ന് കുറച്ചൊന്ന് എന്തോ സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങൾ അല്ലെങ്കിൽ അപകർഷത എന്തോ ഒക്കെ ആയിരിക്കാം. അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണമല്ലാന്ന് ഞാൻ പറയണം. ഒന്ന് സമയം കണ്ടെത്തണം. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴെനിക്ക് അതിനകത്തിൽ ഒരു നല്ലൊരു ശതമാനം എന്റെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റങ്ങൾ അതുണ്ടായിട്ടുണ്ട്. അത് സക്സസ് ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യമുണ്ട്. എന്റെ വീട്ടിലും ബോധ്യമുണ്ട്. അതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊരു നേട്ടം തന്നെയാണ്. ഇതിന് ഒരിക്കലും ഇതൊരു ഒരു നഷ്ടമായിട്ട് ആർക്കും വരത്തില്ല. എന്റെ അനുഭവത്തില് ഇത് ഏറ്റവും മനുഷ്യ ജീവിതത്തില് കാരണം നമ്മൾ പഠിക്കുന്ന കാലത്ത് ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് അന്നെന്തോ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി അത് പഠിച്ചു എന്നുള്ളത് കണ്ടു. ഇന്ന് സാറിന്റെ ആ ഒരു ക്ലാസ് മനുഷ്യജീവനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എടുത്തു വരുമ്പോൾ ആ മഹാത്ഭുതങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിരുന്നപ്പോൾ വല്ലാത്ത, കാരണം ഇതൊക്കെ എന്തുകൊണ്ട് അന്നത് മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് ഇപ്പോഴത് ഓർക്കുമ്പോൾ. അപ്പൊ ജീവിതവുമായി ബന്ധപ്പെട്ട്
അല്ലെ മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഇത് കണക്ട് ചെയ്ത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഇത് അറിയുമ്പോൾ വല്ലാത്ത ഒരു പിന്നെ ഒരു നമുക്കൊരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ അങ്ങോട്ട് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ശരി തന്നെ, ഇതെല്ലാം കേട്ടെങ്കിലും ശരി തന്നെ, സാറിന്റെ ഓരോ ദിവസത്തെയും ക്ലാസ് ജീവിതത്തിലെ ഓരോ ദിവസവും മെച്ചങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്, മെച്ചങ്ങളാണ് വരുന്നത്. ഒരുപാട് ഈ വരുന്നവർക്കായാലും ശരി തന്നെ അതിന് ഒരുപാട് നല്ല ഭാവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. സാർ. ഓക്കെ, സാറേ നെക്സ്റ്റ് പ്രോബ്ലം ഉണ്ട്, ഞാനങ്ങ് നിർത്തുകയാണ്. ആ ശരി. ആ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, നമുക്ക് നാളെ മുതൽ നോട്ട് ഇടാം. അപ്പോൾ എല്ലാവരും നമുക്ക് ഇതിനകത്ത് അഷ്റഫ് സാറും പിന്നെ ഇതിനകത്ത് നമ്മുടെ മായ ടീച്ചർ ഇതിനകത്തുണ്ട്. മായ ടീച്ചറും വേറെ ഒരാളും കൂടിയുണ്ട് പറയാൻ. ഓക്കെ, ബാക്കി എല്ലാവരും പറഞ്ഞു. ശ്രീലാൽ സാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. ഒരുപാട് സമയമായില്ല, ഓരോരുത്തർ ഇറങ്ങി പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും നമുക്കൊരിക്കൽ നാളെ മുതൽ ക്ലാസ് നമ്മൾ ഈ ക്ലാസ് റൂമിനകത്ത് ഞാൻ വർക്ക് ഇടുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ മറ്റന്നാൾ മുതൽ വരുന്ന ക്ലാസ്സുകളിലെല്ലാം തന്നെ ഒരു മെഡിറ്റേഷനും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രാക്ടീസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ തയ്യാറായിക്കൊണ്ടായിരിക്കണം വരാൻ. ഓക്കെ, ക്ലാസ് സമയവും നമ്മളിപ്പോൾ 9:10 10:11 ആക്കാം. 10:11 ആക്കിയാലേ കുറച്ച് നല്ലതാ. കാരണം അവർ ഒരു അരമണിക്കൂർ ചിലപ്പോൾ അവർക്ക് 8:30 അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു അരമണിക്കൂറിലൊക്കെ കയറി വന്നാലും കുഴപ്പമില്ലല്ലോ. സാറേ, നമ്മുടെ ഈ പഴയ റെക്കോർഡഡ് ക്ലാസ് ഇല്ലേ, അതിനകത്ത് നമ്മള് ഈ സാറ് സ്ക്രീൻ ഷെയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. സാറ് ഓരോ കാര്യങ്ങൾ ചിലപ്പോ വരച്ചൊക്കെ പഠിപ്പിക്കുമല്ലോ, മൂണിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോ അത് ഷെയർ ആവുന്നില്ല. അത് ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്. കാണാൻ പറ്റുന്നില്ല. അതെ, ഞാൻ പഴയ ക്ലാസ്സുകൾ കാണുന്നുണ്ടായിരുന്നേ. ഈ സാറ് ചില കാര്യങ്ങൾ വരച്ച് കാണിക്കുന്നതൊന്നും ഈ റെക്കോർഡ് ക്ലാസ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതൊന്ന് ഇനിയുള്ള ക്ലാസ്സുകളിലൊന്ന് അത് കാണാൻ പറ്റാതെ വരുന്ന ഏതാണെന്ന് ആ സമയത്ത് പറഞ്ഞാൽ എനിക്ക് നോക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഇനിയേ അല്ല, ഞാൻ പറയുന്ന റെക്കോർഡഡ് ക്ലാസ്സിൽ കാണുന്നില്ലെന്നാ പറഞ്ഞ. റെക്കോർഡഡ് ക്ലാസ്സിൽ ഞാൻ ഇപ്പം 22-ാം തീയതി ക്ലാസ് ഇന്ന് കണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് സാറ് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് സാറ് പറയുന്നത് അതില്ല, പലതും ഞാൻ പറഞ്ഞുതരാം. അതായത് നേരത്തെ ചെയ്ത കാര്യത്തിൽ എന്ന് പറയുന്നത് ശരിയാ. അതായത് നമ്മൾ ലൈവ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് വരച്ച് അവിടെ പറയുന്ന കാര്യം പിന്നെ റെക്കോർഡ് വരുമ്പോൾ കാണുന്നില്ല. അതിന്റെ കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളുടെ സേഫ് നോക്കിയിട്ട് ഞാൻ വേറെ മൊബൈലിലാണ് എടുക്കുന്നത്. മനസ്സിലല്ലേ? അപ്പൊ എന്നിട്ട് അതിപ്പോ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് എനിക്ക് വീണ്ടും എന്ത് ചെയ്യണം, ഇത്രയും സമയമാണ് ഇതിനെല്ലാത്തിനെയും ഈ ആ റെക്കോർഡ് ഇനിയുള്ള ക്ലാസ്സുകളിൽ അത് സാറിന്റെ ശ്രദ്ധയിലുണ്ടല്ലോ. അതുണ്ട്. അല്ല, ഉണ്ട്. അല്ല, കറക്റ്റ് മനസ്സിലാവില്ല, അതുകൊണ്ട് അതെ. അല്ല, അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ അതിനെ എഡിറ്റ് ചെയ്ത് എടുക്കുമ്പോഴേ എഡിറ്റ് ചെയ്യുന്ന ജോലിക്ക് പാടില്ല. പാടുണ്ട്, എന്നാലും ക്ലാസ്സുകളിൽ നമുക്കത് ചെയ്തെടുക്കാം. എടുക്കാം. അങ്ങനെ പറഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, വ്യക്തമായി. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ, സമയം പോലെ വെയിറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വെച്ചാൽ പറയേണ്ടെന്ന് പറഞ്ഞാൽ അഷ്റഫ് സാർ പറഞ്ഞില്ല നാളെ പറയണം. നമുക്ക് ഇനി ഒരു ദിവസം ഇരിക്കണം കേട്ടോ, അടുത്ത മീറ്റിംഗിൽ. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് ഇറങ്ങിയാലോ?
സാറേ എന്നാ ശരി. ഓക്കെ 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 സാറേ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.